beautiful hope. Anything that happens into our life, it is well with our soul. And we have this hope that as a Savior, as a shepherd, the Lord leads us. Let's sing this song together and glorify our Lord. Savior, like a shepherd, lead us. And through the song, we invoke to the Lord Almighty that each step of ours, guided by Him, led by the Spirit. May we sing, Lord, Savior, like a shepherd, lead us. Thank you, AABF. What a beautiful selection of songs. He leadeth me. And secondly, we heard, when peace like a river attendeth my way, it is well with my soul. And the last song, Savior like a shepherd, lead us. A beautiful selection of songs which strengthens our spiritual journey, gives us hope, gives us reassurance. മനോഹരമായ ഗാനങ്ങളാണ് നാം കേട്ടുകൊണ്ടിരുന്നത്. അവൻ എന്നെ നടത്തുന്നു, അവൻ എന്നെ നയിക്കുന്നു. സമാധാനം നദി പോൽ എൻ്റെ ജീവിതത്തിലേക്ക് പകരുമ്പോൾ അവസാനമായി നാം കേട്ടത്, രക്ഷക ഒരു ഇടയനെ പോലെ എന്നെ നടത്തണമേ. വളരെ മനോഹരമായ പാട്ടുകൾ നന്നായി തന്നെ AABF യൂത്ത് ക്വയർ അവതരിപ്പിച്ചു. നിങ്ങളെ ദൈവം തുടർന്നും അനുഗ്രഹിക്കട്ടെ. നാം അടുത്ത സെഷൻ 1 ഇപ്പോൾ പ്രവേശിക്കുകയാണ്.
കണ്ണുകളെ അടയ്ക്കാം, പ്രാർത്ഥിക്കാം. ഞങ്ങളുടെ സ്വർഗീയ പിതാവേ, ഈ പ്രഭാത സമയത്തിനായിട്ട് ഞങ്ങൾ ഇവിടുത്തെ സ്തുതിക്കുന്നു. കഴിഞ്ഞ രാത്രിയിൽ ഞങ്ങൾ ക്ഷേമത്തോടെ ഉറങ്ങുവാനും ഇന്ന് രാവിലെ ക്ഷേമത്തോടെ എഴുന്നേറ്റ് ഞങ്ങൾക്ക് കർത്താവെ അവിടുത്തെ സന്നിധിയിലായിരിക്കാൻ്റെ കോണം ഈ ക്യാമ്പിനോട് ബന്ധത്തിൽ ഞങ്ങളെ അവിടുന്ന് സഹായിച്ചതിനായിട്ട് നന്ദിയോട് സ്തോത്രം ചെയ്യുന്നു. ഞങ്ങളുടെ കർത്താവും രക്ഷിതാവുമായ യേശു ക്രിസ്തുവിനായിട്ട് നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. തിരുനാമത്തെ ഞങ്ങൾ മഹത്വപ്പെടുത്തുന്നു. ഈ ക്യാമ്പിൻ്റെ 2ാം ദിവസത്തിൻ്റെ ഈ ആദ്യ സെക്ഷനിലേക്ക് ഞങ്ങൾക്ക് അടുത്ത് വരുവാൻ അവിടുത്തെ സന്നിധിയിൽ ഞങ്ങൾക്ക് ആയിരിക്കാൻ അവിടുന്ന് ഞങ്ങളെ സഹായിച്ചതിനായിട്ട് നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. പ്രത്യാൽ ഈ വചനം സംസാരിക്കുന്ന ദാസനെ അവിടുത്തെ കരങ്ങളിലേക്ക് തരുന്നു. ആവശ്യமான ദൈവവചനം അവിടുത്തെ ദാസനെ കൂടെ കേൾപ്പാൻ ഞങ്ങളെ അവിടുന്ന് സഹായിക്കണം. കടന്നു വന്ന എല്ലാവരെയും ഓർത്ത് പ്രാർത്ഥിക്കുന്നു. ദൈവസന്നിധിയിൽ ഞങ്ങളായിരിക്കുന്നത് ഏറ്റവും അനുഗ്രഹത്തിന് കാരണമാക്കി തീർക്കുകയും അതിലുപരി അവിടുത്തെ നാമം മഹത്വപ്പെടുവാൻ ഞങ്ങളെ അവിടുന്ന് സഹായിക്കുകയും കേട്ട വചനങ്ങൾ ഞങ്ങൾ കർത്താവെ അത് ഹൃദയത്തിൽ സംഗ്രഹിച്ച് അവിടുത്തെ നാമത്തിനായിട്ട് ജീവിപ്പാൻ ഞങ്ങളെ അവിടുന്ന് സഹായിക്കുകയും ചെയ്യണം. കുഞ്ഞുങ്ങളെയും അതുപോലെ ക്ലാസ് എടുക്കുന്നവരെയൊക്കെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. ഇനിയും വഴിയാത്രയിലായിരിക്കുന്നവർ ക്ഷേമത്തോടെ കടന്നു വരുവാനും അതുപോലെ ആദ്യവിടന്തം അവിടുത്തെ കൃപയിൽ ഞങ്ങളെ അവിടുന്ന് പൊതുകയും സഹായിക്കുകയും ചെയ്തായിട്ട് സർവവും ഞങ്ങൾക്കാട്ടെ ജീവൻ വെച്ച കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ വിലയേറിയ നാമത്തിൽ തന്നെ. തീമിനോടനുബന്ധിച്ച് ഉള്ള ആദ്യത്തെ സന്ദേശം, ഇന്നത്തെ ദിവസത്തെ ആദ്യത്തെ പ്രഥമ സന്ദേശമാണ്. സാബിൻ ബ്രദറാണ് നമുക്ക് വേണ്ടി അത് നൽകുന്നത്. നമുക്ക് പ്രാർത്ഥനയോടുകൂടി ഇരിക്കാം. ഈ സന്ദേശത്തിൽ നിന്ന് ദൈവവചനം നാം കേൾക്കുവാനും ദൈവഹിതം നമ്മുടെ ജീവിതത്തിൽ എന്താണെന്ന് ബോധ്യമാകുവാനും അതിനനുസരിച്ച് നമ്മുടെ ജീവിതങ്ങളെ ക്രമീകരിക്കുവാനും സാധിക്കണമേ എന്നുള്ള പ്രാർത്ഥനയോടുകൂടെ നമുക്കായിരിക്കാം. ഹൃദയം നിറഞ്ഞ സന്തോഷത്തോടുകൂടെ നമ്മുടെ പ്രിയപ്പെട്ട സാബിൻ ബ്രദറിനെ ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യും. ദൈവനാമം മഹത്വപ്പെടുമാറാട്ടെ. ABFിൻ്റെ 13ാമത്തെ ഫാമിലി കോൺഫറൻസിൽ ദൈവവചനത്തിൽ നിന്ന് സംസാരിപ്പാൻ ദൈവം നൽകിയ ഈ സൗഭാഗ്യത്തെ ഓർത്ത് ഞാൻ ദൈവത്തിന് നന്ദി പറയുന്നു. അതോടൊപ്പം ഇങ്ങനെയൊരു ABFിൻ്റെ കമ്മിറ്റിയോടുള്ള നന്ദിയും അറിയിക്കുന്നു. സന്നിധിയിലായിരിക്കുന്ന എല്ലാവർക്കും കർത്താവ് യേശു ക്രിസ്തുവിൻ്റെ ധന്യനാമത്തിലുള്ള സ്നേഹവന്ദനങ്ങൾ ആദ്യം തന്നെ അറിയിക്കുന്നു. തുടങ്ങുന്നതിന് മുമ്പായി ഞാൻ ഒരു ചോദ്യം ചോദിക്കാം. നമ്മുടെ കോൺഫറൻസിൻ്റെ തീം എന്താണ്? Are you equipped for good works? അപ്പോൾ ക്വസ്റ്റ്യൻ ഇതാണ്, ആർ യു എക്യുപ്പഡ്? ഞാൻ തീം പോയിന്റ് അല്ല പറഞ്ഞത്, ഞാൻ നിങ്ങളോട് ചോദിക്കുക, നിങ്ങൾ സൽപ്രവൃത്തികൾക്കായി സജ്ജരായിട്ടുണ്ടോ? ദാറ്റ്സ് എ ക്വസ്റ്റ്യൻ. നമ്മൾ ഈ തീം എടുത്തിരിക്കുന്നത് നമുക്കറിയാം 2 തിമോത്തി 3:16-17 വാക്യങ്ങളിൽ നിന്നാണ്. 17 ആക്ച്വലി, പക്ഷേ 16-17 വായിച്ചെങ്കിലേ നമുക്ക് അതിൻ്റെ അർത്ഥം പൂർണ്ണമായി മനസ്സിലാക്കാൻ കഴിയുള്ളൂ. ഞാനൊന്ന് വായിക്കാം. എല്ലാ തിരുവെഴുത്തും ദൈവവിശ്വാസിയുമാകിയാൽ ദൈവത്തിൻ്റെ മനുഷ്യൻ സകല സൽപ്രവൃത്തികൾക്കും വക പ്രാപിച്ചു തികഞ്ഞവനാകേണ്ടതിന് ഉപദേശത്തിനും ശാസനത്തിനും ഗുണീകരണത്തിനും നീതിയിലെ അഭ്യാസത്തിനും പ്രയോജനമുള്ളതാകുന്നു. All scripture is inspired by God and profitable for teaching, for reproof, for correction, for training in righteousness, so that the man of God may be adequate, equipped for every good work.
ഒരു വാക്ക് പ്രാർത്ഥിക്കാം. കത്തുനായിരിക്കുന്ന ഞങ്ങളുടെ സ്വർഗീയ പിതാവേ, ഞങ്ങൾ അങ്ങയെ വാഴ്ത്തുന്നു, ഞങ്ങൾ അങ്ങയെ സ്തുതിക്കുന്നു. ഞങ്ങൾക്കിന്ന് മനോഹരമായ ദിനത്തിനായി ഞങ്ങൾ അങ്ങേക്ക് നന്ദി പറഞ്ഞ് സ്തോത്രം ചെയ്യുന്നു. പിതാവേ, എന്നേക്കും പോലെ അവിടുത്തെ മാറ്റമില്ലാത്ത വചനത്തിൽ നിന്ന് അടിയങ്ങൾ കേൾക്കുമ്പോൾ ഞങ്ങളുടെ ഹൃദയങ്ങളിൽ അവിടുന്ന് പ്രവർത്തിക്കണമേ എന്ന് ഞങ്ങൾ യാചിക്കുന്നു. അവിടുത്തെ ആത്മാവ് ഞങ്ങൾക്ക് തുണ നിൽക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഞങ്ങളെ അവിടുത്തെ പുത്രൻ്റെ രൂപത്തോട് അനുരൂപരാക്കണമേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. പിതാവേ, വചനത്തിൽ സംസാരിക്കാൻ അടിയന് കൃപ നൽകി അനുഗ്രഹിക്കണം. കേൾക്കുന്ന എല്ലാവരുടെയും ഹൃദയങ്ങളിൽ അവിടുന്ന് ഇടപെടണമെന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, എല്ലാ ശുശ്രൂഷ നിർവഹിക്കുന്നവരുടെ ഹൃദയങ്ങളിൽ അവിടുന്ന് ഇടപെടണമെന്ന് പ്രാർത്ഥിക്കുന്നു. അവരെ ബലപ്പെടുത്തണമേ. മാനവും മഹത്വവും അവിടുന്ന് എടുക്കണമേ. ഞങ്ങൾക്കായി ജീവൻ വെച്ച അവിടുത്തെ പുത്രനായ യേശു ക്രിസ്തുവിൻ്റെ തന്നെ നാമത്തിൽ തന്നെ ആമേൻ. ഞാൻ ചോദിച്ച ചോദ്യം നിങ്ങൾ ഓർക്കുന്നുണ്ടോ? അതായത്, നാം സൽപ്രവർത്തികൾക്കായി പൂർണ്ണമായി സജ്ജരായിട്ടുണ്ട്. ആർ യു റിയലി equipped for all good work? ഉണ്ടോ? ഉണ്ടെങ്കിൽ, if so, how can we come to know that? എല്ലാവരും ഒന്ന് ഫ്രീ ആകുക. എല്ലാവരുടെ മുഖത്ത് ഭയങ്കര ടെൻഷനാണ്. ജസ്റ്റ് ഫ്രീ. ഓക്കെ, നമുക്കൊന്ന് അയവ് വരുത്താം. സോ say a few words. Praise the Lord. Come on, praise the Lord. ഓക്കെ, എല്ലാവർക്കും ഒരു മനസ്സിന് അയഞ്ഞോ? അപ്പോൾ നമ്മൾ പൂർണ്ണമായി എല്ലാ സൽപ്രവർത്തികൾക്കും സജ്ജരാകണമെന്നാണ് ഇവിടെ ദൈവവചനം നമ്മളെ അനുശാസിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ ഞാൻ ചോദിക്കുകയാണ്, നമ്മളെല്ലാം ഫസ്റ്റ് ഓഫ് ഓൾ ഇവിടെ എഴുതിയിരിക്കുന്നത് ഫോർ ദി മാൻ ഓഫ് ഗോഡ് എന്നാണ്. ഇറ്റ് ഈസ് ഫോർ ദി മാൻ ഓഫ് ഗോഡ്, നോട്ട് ഫോർ ദി മിയർ വേൾഡ്ലി പീപ്പിൾ. സോ ഇറ്റ് ഈസ് റിട്ടൺ ഫോർ ദി മാൻ ഓഫ് God. So ഞാൻ ചോദിക്കുന്നത് ഇതാണ്, we know that we all are men of God, or ദൈവത്തിന്റെ ദാസരാണ്, ദൈവത്തിന്റെ മക്കളാണെന്നാണ്. അങ്ങനെയാണെങ്കിൽ നാം എല്ലാവരും ദൈവവചനത്താൽ സൽപ്രവൃത്തികൾക്കായി സജ്ജരായിരിക്കണം. അങ്ങനെ സജ്ജരാണെന്നുണ്ടെങ്കിൽ എങ്ങനെ അറിയാൻ പറ്റുമെന്നാണ് ഞാൻ ചോദിച്ചത്. How can we come to know that we are fully equipped with the word of God, or we are ready for all good works? അതെ, അവിടെ റൈറ്റ് ആൻസർ. ഫലം കൊണ്ട് അറിയാം. കർത്താവ് പറഞ്ഞു, വൃക്ഷത്തിന്റെ ഫലത്തിൽ നിന്നറിയാം വൃക്ഷത്തെക്കുറിച്ച്. സോ ഇഫ് വി ആർ equipped with word of God for all good works, then there will be some result in our life. അപ്പോൾ ഈ തീമിനെ ആധാരമാക്കി ഇന്നലെ നാം കേട്ടു 7 പോയിന്റുകൾ എഴുതിയിട്ടുണ്ട്, അല്ലെങ്കിൽ നാം കേൾക്കും. അതിൽ 6ാമത്തെ പോയിന്റാണ് എനിക്ക് തന്നിരിക്കുന്നത്. അത് ഞാൻ ആദ്യം തന്നെ പറയുകയാണ്. അപ്പോൾ എനിക്ക് ഒത്തിരി സൗകര്യമായി. കാരണം ഇനി പറയുന്നവർ റിപ്പീറ്റ് ചെയ്യേണ്ട, എന്നെ റിപ്പീറ്റ് ചെയ്യത്തുള്ളൂ. സോ ഐ ആം സോ ഹാപ്പി ഓഫ് ദാറ്റ്. ഓക്കെ, അപ്പോൾ ഈ 6ാമത്തെ പോയിന്റ് ഇതാണ്, ദ റിസൾട്ട് ഓഫ് ഗെറ്റിംഗ് എക്യുപ്ഡ്. അതാണ് നമ്മളുടെ ഇന്നത്തെ ചിന്താവിഷയം പോയിന്റ്. അപ്പോൾ അതിലേക്ക് വരുമ്പോൾ അതിന് മുമ്പായിട്ട് ജസ്റ്റ് ഇൻട്രൊഡക്ഷനായിട്ട് 1-2 കാര്യങ്ങൾ പറയട്ടെ. 16ാം വാക്യത്തിൽ നിങ്ങൾ എഴുതിയിട്ടുണ്ട്, എല്ലാ തിരുവെഴുത്തും ദൈവശാസ്ത്രീയമാകിയാൽ ദൈവത്തിന്റെ മനുഷ്യൻ സകല സൽപ്രവർത്തിക്കും വക പ്രാപിച്ച് തികഞ്ഞവനാകേണ്ടതിന് ഉപദേശത്തിനും ശാസ്ത്രത്തിനും ഗുണീകരണത്തിനും നീതിയിൽ അഭ്യസത്തിനും പ്രയോജനമുള്ളതാകുന്നു. അപ്പം നാം എങ്ങനെയാണ് നമ്മളെ തന്നെ സജ്ജരാക്കുന്നത്? ഇവിടെ എഴുതിയിരിക്കുന്നത് എല്ലാ തിരുവെഴുത്തും ദൈവവിശ്വാസിയും. തിരുവെഴുത്തിനാലാണ് നാം നമ്മെ തന്നെ സജ്ജരാക്കേണ്ടത്, അല്ലെങ്കിൽ തിരുവെഴുത്താണ് നമ്മെ സജ്ജരാക്കുന്നത്, നമ്മളെ എക്വിപ്പ് ചെയ്യുന്നത്. So the word of God is going to equip us for all good works. So if you think about the word of God, it is written here, all scripture is inspired by God. And another translation, it is written that all scriptures breathed by God. ദൈവശാസ്ത്രീയം അല്ലെങ്കിൽ ദൈവത്താൽ പ്രേരിതമാണ്. ഞാനിങ്ങനെ ചിന്തിച്ചപ്പോൾ നിങ്ങൾ എന്താണ് മനസ്സിലാക്കിയത്? അതുകൊണ്ട് ഇതൊരു വലിയ പോയിന്റാണ് ആക്ച്വലി. വാട്ട് ഡിഡ് യു അണ്ടർസ്റ്റാൻഡ് അബൌട്ട് ദാറ്റ്? ഓൾ സ്ക്രിപ്ചർ ഈസ് ഇൻസ്പയർഡ് ബൈ ഗോഡ്. നിങ്ങൾക്കറിയാം, എന്നാലും ഞാൻ ഒന്നും കൂടെ ഓർമ്മിപ്പിക്കാം. ഓക്കെ, ഇത് പെട്ടെന്ന് മനസ്സിലാക്കാൻ ഞാനിങ്ങനെ കുറേ ഇരുന്ന് ചിന്തിച്ചപ്പോൾ ഉൽപ്പത്തിയുടെ പുസ്തകം 2-ാം അധ്യായം അതിൻ്റെ 7-ാം വാക്യം ഇങ്ങനെ എഴുതിയിട്ടുണ്ട്, ദൈവം മനുഷ്യനെ ഭൂമിയിൽ നിന്ന് പൊടിയിൽ നിന്ന് സൃഷ്ടിച്ചു, പിന്നെ ദൈവം അവൻ്റെ ശ്വാസം അവന്മേൽ ഊതി. അത് ഇംഗ്ലീഷിൽ വായിക്കുമ്പോൾ ഇങ്ങനെയാണ് എഴുതിയിരിക്കുന്നത്. അതായത് ഇംഗ്ലീഷിൽ എഴുതിയിരിക്കുന്നത് ഇങ്ങനെയാണ്,
അനന്തരം then the Lord God formed man of dust from the ground and breathed into his nostrils the breath of life, and man became a living being. അപ്പോൾ ഇവിടെ എഴുതിയിരിക്കുന്നത് ദൈവം തൻ്റെ ശ്വാസം അവൻ്റെ മേൽ ഊതി. പൊടിയായിരുന്ന മനുഷ്യനെ പൊടിയിൽ നിന്ന് സൃഷ്ടിച്ച് അവൻ്റെ മൂക്കിലേക്ക് ദൈവം തൻ്റെ ശ്വാസം ഊതിയപ്പോൾ അവൻ ഒരു ലിവിങ് ബീയിങ് അല്ലെങ്കിൽ ജീവനുള്ള ദേഹിയായി തീർന്നു എന്നാണ് എഴുതിയിരിക്കുന്നത്. സോ ആ ശ്വാസം ആരുടേതായിരുന്നു? ആക്ച്വലി ദൈവത്തിൻ്റെതായിരുന്നു. That is the same word the Spirit of God used here. All scripture is breathed by God. എന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ശ്വാസം ദൈവത്തിൻ്റെതാണെങ്കിൽ ഈ വചനവും ആരുടേതാണ്? ദൈവത്തിൻ്റെതാണ്. The word of God, all scriptures are from God, the living God, the omnipresent God, the Almighty God. That is the speciality of this holy book. Now, another question. നമ്മളെല്ലാം ആഗ്രഹിക്കുന്നതാണ് എന്താണ്? ദൈവത്താൽ അനുഗ്രഹിക്കപ്പെട്ടവരായിരിക്കണം, അല്ലേ? You all want we will be blessed by God. Am I right? ആരെങ്കിലും ദൈവത്തിൽ നിന്ന് ബ്ലെസ്സിങ് ആഗ്രഹിക്കാത്തവരുണ്ടോ? അല്ലെങ്കിൽ കേഴ്സ് ആഗ്രഹിക്കുന്നവരുണ്ടോ? Is anybody there? No, we all want blessings from God. 119 സങ്കീർത്തനത്തിൻ്റെ 1-2 വാക്യങ്ങൾ ഇങ്ങനെ എഴുതിയിട്ടുണ്ട്. യഹോവയുടെ ന്യായപ്രമാണം അനുസരിച്ച് നടപ്പിൽ നിഷ്കളങ്കരായവർ ഭാഗ്യവാന്മാർ. അവൻ്റെ സാക്ഷ്യങ്ങളെ പ്രമാണിച്ച് പൂർണ്ണ ഹൃദയത്തോടെ അവനെ അന്വേഷിക്കുന്നവർ ഭാഗ്യവാന്മാർ. How blessed are those who ways blameless, who walk in the law of the Lord. How blessed are those who observe his testimonies, who seek him with all their heart. അപ്പോൾ അവിടെ എഴുതിയിരിക്കുന്ന ഭാഗ്യവാന്മാരുടെ പട്ടിക അല്ലെങ്കിൽ ഭാഗ്യവാന്മാർ ആരാണ്? യഹോവയുടെ ന്യായപ്രമാണത്തെ അന്വേഷിച്ച് നടപ്പിൽ നിഷ്കളങ്കരായ അല്ലെങ്കിൽ അവനെ ധ്യാനിച്ച് തൻ്റെ ജീവിതം കഴിക്കുന്നവരാണ് ഭാഗ്യവാന്മാർ. They are the blessed ones. Those who seek the word of God, those who meditate on this word of God and follow the word of God and observe that in our life, they are the blessed ones. ഞാനിങ്ങനെ പറയട്ടെ, അപ്പൊ ബ്ലെസ്ഡ് ആയിരിക്കാൻ എന്ത് ചെയ്താൽ മതി? ദൈവവചനം വായിച്ച് പഠിച്ചാൽ മതി, അല്ലെങ്കിൽ ധ്യാനിച്ചാൽ മതി. ഞാൻ ഫോളോയും ചെയ്യണം. വായിച്ചിട്ട് മാറ്റി വെച്ചിട്ട് തോന്നിയ ദിവസം നടന്നാൽ പോരാ. എന്നാൽ ഞാനിങ്ങനെ ചിന്തിക്കുകയുണ്ടായി, എന്തുകൊണ്ടായിരിക്കാം അങ്ങനെ എഴുതിയിരിക്കുന്നത്? അനേക പുസ്തകങ്ങൾ ലോകത്തിലുണ്ടല്ലേ? അനേക പുസ്തകങ്ങളുണ്ട്, അനേക മറ്റ് വേദപുസ്തകങ്ങളുണ്ട്, മറ്റ് മതങ്ങളുടെ പുസ്തകങ്ങളുണ്ട്. അതിനൊന്നുമില്ലാത്ത പ്രത്യേകത ഈ ദൈവവചനത്തിൽ നമ്മുടെ ബൈബിളിന് അല്ലെങ്കിൽ ഹോളി ബൈബിളിന് എന്താ ഉള്ളത്? അത് വായിക്കുമ്പോൾ, പഠിക്കുമ്പോൾ, ഫോളോ ചെയ്യുമ്പോൾ എന്തുകൊണ്ട് നമുക്ക് അനുഗ്രഹങ്ങൾ കിട്ടുന്നു? ദൈവവിശ്വാസീയമാണ്. ഞാൻ പറഞ്ഞു, ഇത് ദൈവത്തിൻ്റെതാണ്. ഇന്നിവിടെ ഇരിക്കുന്ന എല്ലാവരും, ഞാൻ ഉൾപ്പെടെ നമ്മളെല്ലാവരും മനഃപൂർവ്വം ഓർത്തിരിക്കേണ്ട ഒരു കാര്യമാണ്. We should always think in our life when you read the Bible, we should read the Bible every day. പക്ഷേ ഓർത്തിരിക്കേണ്ട ഒരു കാര്യം കൂടെയുണ്ട്. എന്താണെന്നറിയാമോ? When you read the Bible, who is seeing that? ഞാനിങ്ങനെ പറയാം, ബൈബിൾ ഇസ് ദ ലെറ്റർ ഫ്രം ഗോഡ്, ഇറ്റ്സ് എ മെസ്സേജ് ഫ്രം ഗോഡ്. നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ദൂരെ പോകുമ്പോൾ നമ്മുടെ മാതാപിതാക്കൾക്ക് ഇന്നത്തെ കാലത്ത് ഇമെയിലൊക്കെ ഉള്ളൂ. പണ്ട് ഞങ്ങളൊക്കെ ദൂരത്തായിരുന്നു, ജോലി സ്ഥലത്തായിരുന്നപ്പോൾ വീട്ടിൽ നിന്ന് ഡാഡിയുടെയും അതുപോലെ തന്നെ വേണ്ടവരുടെയും ഒക്കെ സുഹൃത്തുക്കളുടെയൊക്കെ ലെറ്റർ വരുമ്പോൾ ഞങ്ങൾ ലെറ്റർ വായിച്ചു നോക്കും. ലെറ്റർ കിട്ടാൻ വേണ്ടി ഇങ്ങനെ കാത്തിരിക്കുമായിരുന്നു, ഷിപ്പിലൊക്കെ ആയിരിക്കുന്നു. കാരണം 2-3 മാസം കഴിയുമ്പോഴായിരുന്നു ഷിപ്പിൽ ലെറ്ററൊക്കെ കിട്ടുക. അപ്പോൾ ഈ ലെറ്റർ കിട്ടാൻ വേണ്ടി ഞങ്ങളിങ്ങനെ കാത്തിരിക്കുമായിരുന്നു. ആ ലെറ്ററിൽ പകരുന്നത്, വായിക്കുമ്പോൾ മനസ്സിലാകുന്നത് നമുക്ക് ആ എഴുതിയ ആളുടെ ഹൃദയമാണ്. നാം അത് ഇഗ്നോർ ചെയ്ത് തള്ളിക്കളഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, നമുക്കവരെ മനസ്സിലാക്കാൻ പറ്റുകയില്ല. ഇവിടെ ഒരു പ്രത്യേകതയുണ്ട്. ബൈബിൾ എന്ന് പറയുന്നത് ദൈവത്തിൻ്റെ ഹൃദയമാണ്, ദൈവത്തിൻ്റെ ഇഷ്ടമാണ്, ദൈവത്തിൻ്റെ മെസ്സേജാണ് നമ്മളോടുള്ളത്, പ്രത്യേകിച്ച് ദൈവമക്കളോടുള്ള. അപ്പോൾ ഇവിടെ ഒരു പ്രത്യേകത തന്നെയാണെന്ന് വെച്ചാൽ, നമുക്ക് പണ്ട് ലെറ്ററൊക്കെ കിട്ടുമ്പോൾ if we ignore or put it in the bin, nobody will know that. We can say that, oh, I read that, I understood that, oh, but it is in the bin.
Nobody is going to see that. But when we read the Bible, when we read the Word of God, the Almighty God, the omnipresent God is seeing that. My people, my children are reading my message. The words, my will. And they are reading my thoughts. The God is seeing that. Today, when we are sitting here, that same God is seeing us. His presence is here. And when we read and when we take that very seriously in our life and try to observe that in our life, and we are pleased in that, in His will, and we try to follow that instructions, then that omnipresent God will always bless us. Because He is the Almighty God. He is the one who can transform us. This is the Word of God, not only inform us, but it will transform us. That is the specialty of this Word of God. That is the only, this is the only book which can transform anyone. Because it is inspired by God. Because that author is living. The author is here. Author is seeing us. That's why. That is the specialty of this scripture. So if you want to be blessed, നിങ്ങൾ ഭാഗ്യവാന്മാരാകണമെന്നുണ്ടെങ്കിൽ ലോട്ടറി എടുക്കേണ്ട ആവശ്യമില്ല. What should do? Read His instruction, this scripture every day. Take it every day in the morning as an instruction for the day. The God who is seeing that, who is reading my message, who is meditating my message, who is want to follow my instructions, He will bless you. He will bless your every days. Because that is inspired by God. The author is the living God. That is the only thing we want to read this book. That's very interesting, isn't it? But when we read, we don't think that. We just read as a routine and forget it. But remember that. When you read, the omnipresent God is saying that. And He will bless us. If you take it very especially in our life. Okay. നമുക്ക് നമ്മുടെ മെസ്സേജിലേക്ക് കടന്നു വരാം. അപ്പോൾ ഇവിടെ എഴുതിയിരിക്കുന്ന ഞാൻ ട്രാൻസ്ലേറ്റർ വേണ്ടാന്ന് പറഞ്ഞു, കാരണം സമയം കിട്ടുന്നതിന് വേണ്ടി. മലയാളം ഫുള്ളി ആർക്കും മനസ്സിലായില്ലെങ്കിൽ ഇംഗ്ലീഷിലെ പ്രസൻറ്റേഷൻ ഉണ്ട്, അതിൽ വായിക്കാം. സോ ലെറ്റ് us start how we can come to know that or the result of getting equipped എന്നുള്ള ആ വിഷയത്തിലേക്ക് നമുക്ക് കടന്നു വരാം. ഓക്കെ, നമ്മൾ കണ്ടു ഇത് എടുത്തിരിക്കുന്നത് 2 തിമോത്തി 3:17 നിന്നാണെന്ന് നമ്മൾ കണ്ടു. അവിടെ എഴുതിയിരിക്കുന്ന കാര്യം, അതിൻ്റെ പശ്ചാത്തലം നമുക്ക് പെട്ടെന്ന് ഒന്ന് നോക്കാം. നമ്മൾ എന്താണ് ഇവിടെ കവർ ചെയ്യാൻ പോകുന്നതെന്ന് നമുക്ക് നോക്കാം. വാട്ട് വി വിൽ കവർ, കോണ്ടെക്സ്റ്റ് ആൻഡ് മീനിങ് ഓഫ് 2 തിമോത്തി 3:17, the process of spiritual equipping, outcomes of being fully equipped, practical applications for life today. ഓക്കെ, ഇതാണ് നമ്മൾ പെട്ടെന്ന് കവർ ചെയ്യാൻ പോകുന്നത്. ഇത് നമുക്കൊരു പശ്ചാത്തലം കിട്ടുന്നതിന് വേണ്ടി മാത്രമാണ് നമ്മൾ ഇത് എടുത്തത്. ഓക്കെ, കോണ്ടെക്സ്റ്റ് ആൻഡ് മീനിങ് ഓഫ് 2 തിമോത്തി 3:17 നമുക്കറിയാം. അതായത് ഇത് എഴുതിയത് ഇതിനു വേണ്ടിയിട്ടായിരുന്നു. അതായത് where it appears നമുക്കറിയാം. ഇത് 2 തിമോത്തി 3:17 comes from Paul's final letter written to steady Timothy for faithful ministry under pressure. What the words teach us, because scripture is God-breathed, it thoroughly equips believers to live rightly and to do every good work. What it mattered then and now. In seasons of doctrinal challenge and hardship, the church held to scripture authority and sufficiency as a ministry anchor. So, പൗലോസ് അപ്പോസ്തലൻ തിമോത്തിക്ക് ദുരുപദേശങ്ങളുടെ നടുവിൽ ദൈവത്തിൻ്റെ വചനത്തെ മുറുകെ പിടിച്ചുകൊണ്ട് നിൽക്കുന്നതിനും അന്ന് തിമോത്തിയുടെ ലീഡർഷിപ്പിനെ ചോദ്യം ചെയ്യുന്ന അവസരങ്ങൾ ഉണ്ടായപ്പോൾ അന്നത്തെ ആദ്യകാല സഭയെ നല്ല രീതിയിൽ നയിക്കുന്നതിന് വേണ്ടി, തിമോത്തിയെ എക്വിപ്പ് ചെയ്യുന്നതിന് വേണ്ടി, അതോടൊപ്പം ഇന്ന് നമ്മളെയും എക്വിപ്പ് ചെയ്യുന്നതിന് വേണ്ടി, സജ്ജരാക്കുന്നതിന് വേണ്ടിയാണ് ഈ ലേഖനം എഴുതിയത്. സ്പെഷ്യലി ഈ ഭാഗത്തേക്ക് നമ്മൾ കടന്നു വരുമ്പോൾ നമുക്കത് മനസ്സിലാക്കാൻ കഴിയും. കീ ടേംസ്, എക്വിപ്ഡ് ആൻഡ് ഗുഡ് വർക്ക്. ഇത് നമുക്കൊന്ന് ഓർത്തിരിക്കുന്നത് നന്നായിരിക്കും. അതായത് അതിൻ്റെ ഗ്രീക്ക് ഫോം അവിടെ എഴുതിയിട്ടുണ്ട്. മീൻസ് ബീയിങ് ഫുള്ളി പ്രിപ്പയർഡ്, restored or perfected for purpose
implies readiness for both intellectual and practical aspects of faith. Scriptural reference നമ്മൾ കണ്ടതാണ്. Good work refers to all acts of service, ministry and moral conduct that are pleasing to God and encompasses practical expression of faith. Practical implication. Understanding these terms reveals how Scripture enables and cultivates believers to live according to divine standard. എക്യുപ്പ് ചെയ്യുക എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ സജ്ജരാക്കുക എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മെ എല്ലാ നല്ല വർക്കിനും വേണ്ടി സജ്ജരാക്കണം. അപ്പോൾ ഇവിടെ നമ്മൾ വായിക്കുമ്പോൾ ഇവിടെ എഴുതിയിട്ടുണ്ട് ഉപദേശത്തിനും ശാസനത്തിനും ഗുണീകരണത്തിനും നീതിയിലുള്ള അഭ്യാസത്തിനും പ്രയോജനമുള്ളതാകുന്നു. സോ ദാറ്റ് ദ മാൻ ഓഫ് ഗോഡ് മേ ബി അഡിക്വേറ്റ്. ഓക്കെ, സോ അവിടെ എഴുതിയിരിക്കുന്നത് മാൻ ഓഫ് ഗോഡ് എന്നാണ് എഴുതിയിരിക്കുന്നത്, അതായത് ദൈവത്തിൻ്റെ മനുഷ്യൻ. സോ ഇറ്റ്സ് നോട്ട് ഫോർ ഞാൻ ആദ്യം പറഞ്ഞ പോലെ വേൾഡ്ലി പീപ്പിൾ, ബട്ട് ഇറ്റ് ഈസ് ഫോർ മാൻ ഓഫ് പീപ്പിൾ. ബട്ട് നാം ദൈവവചനം പഠിക്കുമ്പോൾ മറ്റൊരു കാര്യമുണ്ട്, നോർമൽ മനുഷ്യരെ ദൈവ മനുഷ്യരാക്കി അത് മാറ്റും. സോ ഇറ്റ് വിൽ ട്രാൻസ്ഫോം ദി നോർമൽ മെൻ ടു മെൻ ഓഫ് ഗോഡ്. ദെൻ ദി മെൻ ഓഫ് ഗോഡ്, ദെൻ ദി വേർഡ് ഓഫ് ഗോഡ് വിൽ എക്വിപ്പ് that men of God for all the good works. ഇത് നമ്മൾ ചിന്തിക്കുമ്പോൾ മറ്റൊരു കാര്യം കൂടി നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. അതായത് ദൈവവചനത്താൽ അഭ്യസിക്കപ്പെട്ട് സൽപ്രവൃത്തികൾ ചെയ്യണം എന്താണ് ഇത്ര വലിയ നിർബന്ധം? സൽപ്രവൃത്തികൾ മറ്റുള്ളവരും ചെയ്യുന്നില്ലേ? ദൈവവചനം പഠിക്കാത്തവരും ബൈബിൾ പഠിക്കാത്തവരൊക്കെ നമ്മളെക്കാളും ചാരിറ്റി ചെയ്യുന്നവർ ഒത്തിരി പേരുണ്ട്. ബട്ട് ദൈവത്തിന് എന്നാ ഇവിടെ ഇങ്ങനെ പറയുന്ന കാരണം, വി നീഡ് ടു ബി എക്വിപ്ഡ് വിത്ത് വേർഡ് ഓഫ് ഗോഡ് ടു പെർഫെക്റ്റ് ഫോർ ഓൾ ഗുഡ് വർക്ക്സ്. അപ്പോൾ ദൈവവചനത്താൽ നീതിയിൽ അഭ്യസിപ്പിക്കപ്പെട്ട ദൈവ മനുഷ്യർ ചെയ്യുന്ന പ്രവൃത്തികളെ ദൈവം എന്ത് ചെയ്യത്തുള്ളൂ? ദൈവം കണക്കെടുക്കുകയുള്ളൂ. യെശയ്യാവ് ഇങ്ങനെ പറഞ്ഞിട്ടുണ്ട്, എങ്ങനെയാ? അയ്യോ ദൈവമേ, ഞങ്ങളുടെ നീതി പ്രവൃത്തികൾ കറപുരണ്ട തുണി പോലെ. അപ്പോൾ നീതി പ്രവർത്തികൾ, യെശയ്യാവ് പോലുള്ള വലിയ പ്രവാചകന്മാരുടെ നീതി പ്രവർത്തികൾ കറപുരണ്ട തുണി പോലെയാണെങ്കിൽ, നീതികെട്ട് നടക്കുന്നവരുടെ സൽപ്രവൃത്തികൾ ദൈവം കണക്കിടുവോ? നോ, ദൈവം കണക്കിടാനൊന്നും പോകുന്നില്ല. എന്ത് ചെയ്തു വെച്ചാൽ ദൈവം കണക്കിടാൻ പോകുന്നില്ല. ഇറ്റ് ഈസ് ജസ്റ്റ് ലൈക്ക് വിത്തൗട്ട് ഓപ്പണിംഗ് എ ബാങ്ക് അക്കൗണ്ട്, ഇഫ് യു ഗോ ടു ഡിപ്പോസിറ്റ് സം മണി, ദാറ്റ് വിൽ ബി ലൈക്ക് ദാറ്റ്. ബാങ്കിൽ അക്കൗണ്ട് കൊടുക്കാതെ അതിൻ്റെ അകത്ത് പൈസ ഇടാൻ പോയി കഴിഞ്ഞാൽ എങ്ങനെ ഇരിക്കും? പലരുടെയും പോക്കറ്റിൽ പോകും. അതുപോലെ ആയിരിക്കും. ദൈവവചനത്താൽ അഭ്യസിക്കപ്പെട്ട് നീതിയിൽ നടക്കുന്ന ഒരു വ്യക്തിയുടെ സൽപ്രവർത്തികൾ മാത്രമേ ദൈവം അംഗീകരിക്കുകയുള്ളൂ, ദൈവത്തിൽ നിന്ന് പ്രൈസ് കിട്ടുകയുള്ളൂ. അത് എപ്പോഴും നാം ഓർത്തിരിക്കണം. ഒരു ഉദാഹരണം ഞാൻ കണ്ടിട്ടുള്ള പറയാം. പണ്ട് നാട്ടിലെ അബ്കാരി കോൺട്രാക്ടർമാരൊക്കെ ഉണ്ട്, അബ്കാരി മുതലാളിമാർ, അതായത് മദ്യം വിറ്റ് ജീവിച്ച് കാശുണ്ടാക്കുന്നത്. നമ്മുടെ ക്രിസ്തീയ സമൂഹങ്ങളിലൊക്കെ ഉണ്ടായിരുന്നു. അവരെന്ത് ചെയ്യുമെന്നറിയാമോ? നല്ല പ്രോഫിറ്റ് കിട്ടി കഴിയുമ്പോൾ വർഷത്തിൽ ഒരിക്കലും എന്ത് ചെയ്യും? നാട്ടിലത്തെ ആ പള്ളിയിലെ പെരുന്നാൾ അങ്ങേ ഏറ്റെടുത്ത് നടക്കും. ഒരു 10-20 ലക്ഷം രൂപ മുടക്കി അവർ ആ പെരുന്നാളങ്ങ് നടത്തും. അവരുടെ ചിന്ത ഈ കാട്ടിക്കൂട്ടിയ എല്ലാ ദുഷ്പ്രവൃത്തിയും ആ പെരുന്നാളിൻ്റെ ചെലവോടുകൂടി നന്നായി പോകുന്നു. അങ്ങനെ നിങ്ങൾ ചിന്തിക്കുന്നുണ്ടോ? ഒരിക്കലുമില്ല. നമ്മുടെ ജീവിതത്തിൽ നാം നീതി പ്രവൃത്തികൾ ചെയ്യാതെ, ദൈവത്തിൻ്റെ നീതിയിൽ നടക്കാതെ നാം എന്ത് ചെയ്തു പറഞ്ഞാലും അത് ദൈവം അംഗീകരിക്കാൻ പോകുന്നില്ല. വെറുതെയാ, ചുമ്മായാ. അതുകൊണ്ട് നാം ഇവിടെ കാണുന്നത് നീതിയിലെ അഭ്യസത്തിനും പ്രയോജനമുള്ളതാകുന്നു. സോ ദാറ്റ് ദി മാൻ ഓഫ് ഗോഡ് മേ അഡിക്വേറ്റ് ഫോർ എവരി ഗുഡ് വർക്ക്. നീതിയിൽ അഭ്യസിച്ച് നീതിയിൽ നടക്കാൻ ദൈവവചനം നമ്മെ സഹായിക്കും. അങ്ങനെ ചെയ്യുന്നവരുടെ സൽപ്രവൃത്തികളാണ് ദൈവം കണക്കിടുന്നത്. അങ്ങനെ സൽപ്രവൃത്തികൾക്കായിട്ടാണ് ദൈവം നമ്മെ എക്വിപ്പ് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ വരാം, അടുത്ത പോയിന്റിലേക്ക് നമുക്ക് കടക്കാം. Paul's purpose to Timothy, writing on നമ്മൾ കണ്ടാണ്. Paul write to Timothy during a time of persecution and doctrinal confusion, aiming to support his leadership in the early church. അതിൻ്റെ 3-ാം അധ്യായത്തിൻ്റെ 1 തൊട്ട് വായിക്കുമ്പോൾ നമുക്കത് കാണാൻ കഴിയും. അതായത് ദുരുപദേശങ്ങൾക്കെതിരെ തിമോത്തിയെ സജ്ജമാക്കുന്നതിന് വേണ്ടിയായിരുന്നു ഒരു കാരണം ഇത് എഴുതുന്നതിന്. ഈ മെസ്സേജസ് പോൾ emphasize steadfastness, warns against false teaching and highlights the value of scripture for doctrine and spiritual growth. തിമോത്തിയെ ലീഡർഷിപ്പിൽ ഉറപ്പിക്കുന്നതിന് വേണ്ടിയാണ് പൗലോസ് അപ്പോസ്തലൻ മെയിനായിട്ട് എഴുതിയത്.
Internet outcomes, Timothy is equipped, confident and prepared to lead, ensuring the continuity and integrity of the Christian mission. തിമോത്തിയെ അതുകൊണ്ട് സജ്ജമാക്കിയതായിട്ട് നമുക്ക് പിൽക്കാല ചരിത്രത്തിൽ നിന്ന് മനസ്സിലാക്കാൻ കഴിയും. The process of spiritual equipping. എങ്ങനെയാണ് ദൈവവചനം നമ്മളെ സജ്ജരാക്കുന്നത് സൽപ്രവൃത്തികൾക്കായിട്ടാണെന്ന് നമുക്ക് അടുത്തതായിട്ട് നമുക്ക് കാണാൻ കഴിയും. 4 വിധത്തിലാണ് സജ്ജരാക്കുന്നതെന്ന് ഇവിടെ നമുക്ക് കാണാൻ കഴിയും. നമ്മളത് വായിച്ചതാണ്, പെട്ടെന്ന് പോകുന്നതല്ല എൻ്റെ സബ്ജക്റ്റ് എങ്കിലും ജസ്റ്റ് ഓടിച്ച് പറയുകയാണ്. റോൾ ഓഫ് സ്ക്രിപ്ചർ ഇൻ എക്വിപ്പിംഗ് ബിലീവേഴ്സ്. ടീച്ചിങ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഉപദേശം. 2 റീപ്രൂഫ് അഥവാ ശാസനത്തിന്. 3 ഫോർ കറക്ഷൻ തെറ്റ് ഗുണീകരണത്തിന്. 4 ഫോർ ട്രെയിനിങ് ഇൻ റൈറ്റിയസ്നെസ് നീതിയിലുള്ള അഭ്യാസത്തിന്. നമ്മളിത് ചിന്തിക്കുമ്പോൾ ഞാനിങ്ങനെ ഒരു പുസ്തകത്തിൽ നിന്ന് വായിച്ചു. അതായത് ടീച്ചിങ് അഥവാ ഉപദേശം എന്ന് പറയുമ്പോൾ എന്താണ് ഉപദേശിക്കുന്നത്, അല്ലെങ്കിൽ ദൈവവചനം നമ്മൾ ഉപദേശിക്കുന്നത്, അല്ലെങ്കിൽ ദൈവവചനം കൊണ്ട് ഉപദേശിക്കാൻ സാധിക്കുന്നത് വാട്ട് ഈസ് റൈറ്റ്, എന്താണ് ശരി, എന്താണ് സത്യം. 2 ശാസനത്തിന് അല്ലെങ്കിൽ റീപ്രൂഫിന്. അതെന്തായിരിക്കും? അതായത് വാട്ട് ഈസ് നോട്ട് റൈറ്റ്, എന്താണ് ശരിയല്ലാത്തത്. അതാണ് ദൈവം നമ്മളെ രണ്ടാമത് ദൈവവചനത്തിൽ നിന്ന് നമുക്ക് ദൈവവചനം നമ്മളെ എക്വിപ്പ് ചെയ്യുന്നത്. 3 ഫോർ കറക്ഷൻ അഥവാ ഗുണീകരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഹൗ ടു ഗെറ്റ് റൈറ്റ്. അത് എങ്ങനെ നമുക്ക് സ്വയമാകും, നമുക്ക് എങ്ങനെ റൈറ്റ് അല്ലെങ്കിൽ ശരി നമ്മുടെ ജീവിതത്തിൽ പ്രാവർത്തികമാക്കാൻ സാധിക്കും. 4 നീതിയിലുള്ള അഭ്യാസത്തിന് ഫോർ ട്രെയിനിങ് ഇൻ റൈറ്റിയസ്നെസ്. അത് നമുക്ക് ഇങ്ങനെ പറയാം, ഹൗ ടു സ്റ്റേ ഇൻ റൈറ്റ്. അതായത് നാം ധാർമ്മികമായി നീതിയിൽ തുടരുവാൻ എങ്ങനെ നമ്മളെ സഹായിക്കും, എന്ത് ചെയ്യുന്നുള്ള കാര്യം. ഓക്കെ, ഇനി നമ്മുടെ മെയിൻ പോയിന്റിലേക്ക് വരാം. ഔട്ട്കംസ് ഓഫ് ബീയിങ് ഫുള്ളി എക്വിപ്ഡ്. 4 കാര്യങ്ങൾ നമുക്ക് ഇതിൽ നിന്ന് ഇവിടെ നിന്ന് മനസ്സിലാക്കാൻ കഴിയും. ഞാൻ ഔട്ട്കംസ് ഓഫ് ബീയിങ് ഫുള്ളി എക്വിപ്ഡ്, ദി റിസൾട്ട്. അതാണ് ആദ്യം ഞാൻ ചോദിച്ചത്. നാം സൽപ്രവൃത്തികൾക്കായി അല്ലെങ്കിൽ ദൈവമക്കൾ സൽപ്രവൃത്തികൾക്കായിട്ട് സജ്ജരാക്കപ്പെട്ടിട്ടുണ്ടെങ്കിൽ എങ്ങനെ തിരിച്ചറിയാമെന്ന് ചോദിച്ചത് അതുകൊണ്ടാണ്. 4 കാര്യങ്ങളിൽ നിന്നും നമുക്കറിയാം നാം സജ്ജരാണോ എന്നുള്ള കാര്യം. ഇഫ് വെൽ എക്വിപ്ഡ് then we can come to know by these 4 results. 1 സ്പിരിച്വൽ മെച്യൂരിറ്റി, അതായത് ആത്മീയ പക്വത. 2 പ്രിപ്പയർഡ് ഫോർ സർവീസ്, അതായത് ദൈവ സേവനത്തിനായി അല്ലെങ്കിൽ ശുശ്രൂഷകൾക്കായി നമ്മെ തന്നെ ദൈവവചനം നമ്മെ എക്വിപ്പ് ചെയ്യും, സജ്ജരാക്കും. 3 എ ലൈഫ് ഓഫ് ഗുഡ് വർക്ക്സ്, അതായത് നന്മ നിറഞ്ഞ ഒരു ജീവിതം അല്ലെങ്കിൽ സൽപ്രവൃത്തികൾ നിറഞ്ഞ ഒരു ജീവിതമായിരിക്കും നമ്മുടേത്. 4 എ യൂസ്ഫുൾ സെർവന്റ് ഓഫ് ഗോഡ്, ദൈവത്തിൻ്റെ കയ്യിൽ ഇണങ്ങിയ, ദൈവത്തിന് ഉപയോഗിക്കാൻ പറ്റിയ ഒരു ദാസനാക്കി കർത്താവിൻ്റെ ശുശ്രൂഷനാക്കി നമ്മളെ മാറ്റും. നമുക്കിത് ഓരോന്നായിട്ട് നോക്കാം. 1 സ്പിരിച്വൽ മെച്യൂരിറ്റി. 1ാമത്തെ പോയിന്റ് സ്പിരിച്വൽ ഡിസിപ്ലിൻ ആൻഡ് പേഴ്സണൽ ഗ്രോത്ത്. ഇതിൽ നമുക്ക് കാണാൻ കഴിയും സ്പിരിച്വൽ മെച്യൂരിറ്റി എന്ന് പറഞ്ഞാൽ എന്താണ്. ആക്ച്വലി നമ്മൾ സാധാരണ മെച്യൂരിറ്റി എന്ന് പറയുമ്പോൾ എന്താ ചിന്തിക്കാറ്? പ്രായമായി അല്ലേ? ഇപ്പോൾ 75 വയസ്സായ ഒരാളാണോ 7 വയസ്സുകാരനാണോ പക്വതയുള്ളത്? 75 അല്ലേ? 75 വയസ്സുകാരായിരിക്കും പക്വതയുള്ളത്. ഞാൻ ചോദിക്കട്ടെ, ആത്മീയ പക്വത 7 വയസ്സുകാരനായിരിക്കുമോ 75 വയസ്സുകാരനായിരിക്കാനാണോ സാധ്യത? ചിലപ്പോൾ ചില മീനിങ്ങില് ദൈവവചനം പഠനം പോലെ രാജാൻ പറഞ്ഞ കറക്റ്റാ. ഓക്കെ, ദൈവവചനത്താൽ നാം എക്വിപ്പ് ചെയ്താൽ നമുക്ക് 70, 75, 75 തമ്മിൽ ഡിഫറൻസ് കാണത്തില്ല, അല്ലെങ്കിൽ 17, 75 തമ്മിൽ വലിയ ഡിഫറൻസ് ഒന്നും കാണുകയില്ല. ഞാനൊരു വാക്യം പെട്ടെന്ന് എടുത്ത് കാണിക്കാം. 119 സങ്കീർത്തനത്തിന്റെ 99-100 വാക്യങ്ങൾ. I have more insight than all my teachers, for your testimonies are my meditation. I understand more than the aged, because I have observed your persons. See, ഇവിടെ എഴുതിയിരിക്കുന്നത് എൻ്റെ ഗുരുക്കന്മാരെക്കാൾ അധികം എനിക്ക് ജ്ഞാനമുണ്ട്. എന്തുകൊണ്ട്? നിന്റെ വചനം എൻ്റെ ധ്യാനമായിരിക്കും. അതുപോലെ തന്നെ വയോധികരെക്കാൾ അധികം എനിക്ക്
മനസ്സിലാക്കാനുള്ള കഴിവുണ്ട്. ബിക്കോസ് ഞാൻ നിൻ്റെ പെർസെപ്റ്റ്സ് അല്ലെങ്കിൽ ഇൻസ്ട്രക്ഷൻസ് ഫോളോ ചെയ്യുന്നതുകൊണ്ട് എന്നാണ് എഴുതിയിരിക്കുന്നത്. അപ്പോൾ ഞാനിത് ഒത്തിരി വായിച്ച് എന്നെ ടച്ച് ചെയ്തൊരു കാര്യമാണ്. അതായത് ദൈവവചനം വായിച്ച് പഠിക്കുന്ന വ്യക്തികൾ അവർക്ക് അവരുടെ ഗുരുക്കന്മാരെക്കാളിലും പ്രായമായവരെക്കാളിലും അപ്പന്മാരെക്കാളിലും വലിയപ്പന്മാരെക്കാളിലും ഒക്കെ ജ്ഞാനം കാണും. പക്ഷേ ചിലപ്പോൾ അത് ചിലർ അംഗീകരിക്കത്തില്ല. പക്ഷെ ഇത് സത്യമാണ്. ഞാൻ ഇപ്പോൾ ഒരു തമാശക്കായിട്ട് ഇവിടെ ടീച്ചേഴ്സൊക്കെ ഉണ്ടെങ്കിൽ തമാശക്കായിട്ട് പറയാം. ടീച്ചേഴ്സിനുള്ളൊരു പ്രത്യേകത എന്നാ പറയാം? ഉറക്കെ പറ. കറക്റ്റാ. ടീച്ചേഴ്സ് അംഗീകരിക്കും. ആരെയാണെന്നറിയാം? ശരി പറഞ്ഞാലും തെറ്റ് പറഞ്ഞാലും അവരാരും അംഗീകരിക്കാൻ പോകില്ല. അംഗീകരിക്കും ആരെയെന്നറിയാം? അവരുടെ ഹെഡ് മാസ്റ്റർ പറയണം. അവരുടെ മുകളിലുള്ള ടീച്ചർ പറഞ്ഞാൽ, ഹെഡ് ഓഫ് ഡിപ്പാർട്ട്മെന്റ് പറഞ്ഞാൽ അവർ അംഗീകരിക്കും. അല്ലാതെ ഇനി അവരുടെ മക്കൾ PhD എടുത്തെന്ന് പറഞ്ഞാൽ അവർ സമ്മതിക്കത്തില്ല. എനിക്കറിയാം, ഫ്രം മൈ ഫാമിലി ഐ നോ ദാറ്റ്. പക്ഷേ ദൈവവചനം പഠിക്കുകയാണെങ്കിൽ എനിക്ക് തീർച്ചയായിട്ടും അറിയാൻ കഴിയും, നമ്മുടെ ഗുരുക്കന്മാരെക്കാൾ അധികം ജ്ഞാനിയുള്ളവരായി. അവരുടെ കാഴ്ചപ്പാടുകളെക്കാൾ അധികം നമുക്ക് കാഴ്ചപ്പാടുകൾ കിട്ടും. അവരെക്കാൾ ഏറ്റവും നന്നായി നമുക്ക് തീരുമാനങ്ങൾ എടുക്കാൻ സാധിക്കും. സ്പിരിച്വൽ മച്യൂരിറ്റി സ്പിരിച്വലി വളർന്നു കഴിയുമ്പോൾ, സ്പിരിച്വൽ മച്യൂരിറ്റി പ്രായത്തിലല്ല കണക്കിടുന്നത്, അല്ലെങ്കിൽ ബോഡി ഷേപ്പിലോ അല്ലെങ്കിൽ ബോഡിയിലോ അല്ല, മറിച്ച് നമ്മുടെ ഉള്ളിലുള്ള മനുഷ്യന്റെ ജ്ഞാനത്തിലാണ്. അതിന് പത്രോസ് പറയുന്നുണ്ട്, വചനമെന്ന മായമില്ലാത്ത പാൽ കുടിച്ച് വളരും. So for the salvation you have to grow for the salvation you have to drink the pure milk. That is the word of God. അപ്പോൾ ദൈവവചനം എന്ന മായമില്ലാത്ത പാൽ കുടിച്ച് വളരുകയാണെങ്കിൽ നാം വളരും, നമ്മുടെ ഉള്ളിലുള്ള മനുഷ്യൻ വളരും. അവിടെ നമുക്ക് സ്പിരിച്വൽ മച്യൂരിറ്റി കിട്ടും, നമ്മുടെ കാഴ്ചപ്പാടുകൾ മാറും. സ്പിരിച്വൽ മച്യൂരിറ്റിയെ കുറിച്ച് പറയുമ്പോൾ ഇന്ന് സ്പിരിച്വൽ മച്യൂരിറ്റി ഇല്ലാത്തത് കൊണ്ടാണ്, ഖേദത്തോടു കൂടി പറയട്ടെ, പല സഭകളും ഇല്ലാതായി പോകുന്നു. സ്പിരിച്വൽ മച്യൂരിറ്റി ഇല്ലാത്തത് കൊണ്ടാണ് ഇന്ന് സഭകളിൽ ആളുകൾ കുറഞ്ഞു വരുന്നത്. സ്പിരിച്വൽ മച്യൂരിറ്റി, തിമോത്തിയെ പോലെ, എഫോസസിലെ ഒരു ലീഡറായിരുന്നു തിമോത്തിയെ പോലെ സ്പിരിച്വൽ മച്യൂരിറ്റി ഉണ്ടായിരുന്നെങ്കിൽ സഭകൾ വളരുമായിരുന്നു, സഭകൾ തളരുകയില്ല. എല്ലാവരെയും ചേർത്ത് നിർത്താൻ എന്ത് വേണം? ബിഗ് സ്പിരിച്വൽ മച്യൂരിറ്റി. ഇനി അത് എന്തൊക്കെയാണെന്ന് എനിക്ക് പറയാൻ സമയമില്ല. ബട്ട് യു നോ ഓൾ ദാറ്റ്. ടു അണ്ടർസ്റ്റാൻഡ് ആൻഡ് അക്കോമഡേറ്റ് എവരിവൺ, യു നീഡ് എ സ്പിരിച്വൽ മച്യൂരിറ്റി. You should, when you get if you have a spiritual maturity, then only you have a heart of Christ. നമ്മളിപ്പോൾ എന്താണ്, ചെറിയൊരു കുറ്റം കണ്ടു കഴിഞ്ഞാൽ, ചെറിയൊരു കാര്യം നമ്മൾ അവിടെ വെച്ച് ഉടക്കി പിരിഞ്ഞു, വാളായി, വെട്ടായി, എന്തായി, സഭ 3 ആയി 4 ആയി, ആളുകൾ കുറഞ്ഞു, മറ്റുള്ളവർ പോയി. എന്നാൽ കർത്താവാണ് ആ സഭയെ നയിക്കുന്നതെങ്കിൽ, do you think it will happen? Do you think? എന്നെയും നിങ്ങളെയും ചേർക്കാൻ കർത്താവിന് സാധിക്കുമെങ്കിൽ നമ്മുടെ ഉള്ളിലേക്ക് നമ്മളൊന്ന് തിരിഞ്ഞു നോക്കിക്കേ. നാം എത്രയോ കുറവുള്ളവരാണ്, നാം എത്രയോ ബലഹീനരാണ്. നാം ഓരോ ദിവസം ചെയ്യുന്ന പാപത്തിന്റെ കണക്ക് കർത്താവിന് മാത്രമേ അറിയുകയുള്ളൂ, നമുക്ക് പോലും ചിലപ്പോൾ ഓർമ്മ ഉണ്ടാകത്തില്ല. അങ്ങനെയാണെങ്കിൽ നമ്മുടെ കർത്താവ് ഇതൊക്കെ മറന്ന് നമ്മളെ ചേർത്ത് വീണ്ടും വീണ്ടും പിടിക്കുകയാണെങ്കിൽ, പക്ഷെ കർത്താവിന്റെ ദാസർ അല്ലെങ്കിൽ കർത്താവിന്റെ മക്കൾ എന്ന് പറയുന്നവർ എന്താണ്? അങ്ങോട്ടും ഇങ്ങോട്ടും പരസ്പരം വെട്ടും കുത്തുക. അല്പം പോലും സ്പിരിച്വൽ മച്യൂരിറ്റി ഇല്ലെന്ന് എനിക്ക് പറയാൻ പറ്റുന്നത്. സോ വെൻ യു റീഡ് ദ ബൈബിൾ ആൻഡ് മെഡിറ്റേറ്റ് ആൻഡ് ട്രൈ ടു ഫോളോ ദ വേർഡ് ഓഫ് ഗോഡ്, you will get the spiritual maturity that will build the church, not the break the church. Church will grow when the leaders get the character of Christ, when the leaders become spiritual mature like Christ. ക്രിസ്തുവിന്റെ തലയോളം അവൻ വളരുമ്പോൾ, ക്രിസ്തുവിന്റെ തലയോളം വളരുമ്പോൾ ക്രിസ്തുവിന്റെ സഭയും വളരും. സോ സ്പിരിച്വൽ മച്യൂരിറ്റി അല്ലെങ്കിൽ സ്പിരിച്വൽ ഡിസിപ്ലിൻ ആൻഡ് പേഴ്സണൽ ഗ്രോത്തിൽ നമുക്ക് ഒന്നാമതായിട്ട് കാണാൻ കഴിയും കമ്മ്യൂണിക്കേഷൻ അല്ലെങ്കിൽ പ്രയർ. നമ്മുടെ ജീവിതത്തിൽ നാം ദൈവവചനം വായിക്കുമ്പോൾ അനേക പ്രാർത്ഥനാ വീരന്മാരെ നമുക്ക് കാണാൻ കഴിയും. ഏലിയാവ് തൊട്ട് അല്ലെ കർത്താവ് വരെ, കർത്താവ് മുട്ടിന്മേൽ വീണ് കിടന്ന് പ്രാർത്ഥിച്ചായിട്ട് നമുക്ക് കാണാൻ കഴിയും. പ്രാർത്ഥന എന്ന് വെച്ചാൽ എന്താണ്? ദർ ഇസ് എ കമ്മ്യൂണിക്കേഷൻ വിത്ത് ഗോഡ്, ടു കമ്മ്യൂണിക്കേറ്റ് വിത്ത് ഗോഡ്.
ദൈവവുമായിട്ട് സംസാരിക്കുക, ദൈവവുമായിട്ട് ഷെയർ ചെയ്യുക. ഇറ്റ്സ് നോട്ട് എ റൊട്ടീൻ മാറ്റർ ലൈക്ക് നമ്മളൊക്കെ എങ്ങനെയാണ് പ്രാർത്ഥിക്കുന്നത്. കർത്താവ് നിങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ ജാതികളെ പോലെ ജൽപ്പനം ചെയ്യരുത്. നമ്മുടെ പ്രാർത്ഥനകളൊക്കെ ശ്രദ്ധിച്ചു നോക്കിക്കോ, ചിലപ്പോൾ മിക്കവാറും ചില വേടുകളായിരിക്കും എപ്പോഴും വരുന്നത്, അല്ലേ? നമ്മൾ അങ്ങനെയാണോ നമ്മുടെ വീട്ടിൽ, നമ്മുടെ ഭവനങ്ങളിൽ നമ്മൾ സംസാരിക്കാറ്? കമ്മ്യൂണിക്കേഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ്? അല്ലെങ്കിൽ പ്രയർ എന്ന് വെച്ചാൽ ഒരു കമ്മ്യൂണിക്കേഷൻ ആണ് ഞാൻ പറഞ്ഞത്. ദാറ്റ്സ് എ കമ്മ്യൂണിക്കേഷൻ വിത്ത് ടു പീപ്പിൾ ടു പാസ് മെസ്സേജസ്. ഓക്കെ, അപ്പോൾ ഇന്ന് രാവിലെ ഞാൻ പറഞ്ഞ അതേ കമ്മ്യൂണിക്കേഷൻ തന്നെയാണ്, മെസ്സേജ് തന്നെയാണ്, അതേ വാക്കുകൾ തന്നെയാണ് നാളെ രാവിലെ ഞാൻ എൻ്റെ വൈഫിനോട് പറഞ്ഞെങ്കിൽ എങ്ങനെ ഇരിക്കും? The same thing today morning and tomorrow morning and day after tomorrow, same thing. She will think that it is not right, something wrong, അല്ലേ? ശരിയല്ല എന്ന് ചിന്തിക്കും. പക്ഷെ നാം ദൈവത്തോടും അങ്ങനെ തന്നെയാണല്ലേ? മിക്കവാറും ദൈവത്തോട് നാം പ്രാർത്ഥിക്കുന്നതും കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നതും എല്ലാം മിക്കവാറും കാര്യങ്ങളെല്ലാം സെയിം ആയിരിക്കും. എന്താണ്? ജോലി കിട്ടണം, രോഗസൗഖ്യം വേണം, പിന്നെ അങ്ങനെ കുറേ കാര്യങ്ങൾ നമ്മൾ സ്ഥിരം നമ്മുടെ പ്രാർത്ഥന ഉൾപ്പെടും. എന്നാൽ ദൈവമായിട്ട് ഊഷ്മളമായി നാം സംസാരിച്ചിട്ട് എത്ര നാളായി? How long you been talk with God as a friend? How long you been talk with God like a എന്താ പറയുക, two-way conversation? നാം പലപ്പോഴും എന്താണ്, നമ്മുടെ എപ്പോഴും one-way conversation അല്ലേ? നാം പ്രാർത്ഥിക്കും, ആമേൻ എന്നുള്ള വേടും പറയുന്ന ചെയ്യും. എന്താ പറയുക, ദൈവം ഞാൻ ബിസിയാണ്, ഞാൻ പോവാ. It's just like that. God, I'm going now, I do not listen from you. I have my own job, I have some other purposes, so I am going. That's the same way we all are doing every day as a prayer. എന്നാൽ നമ്മൾ ദൈവത്തോട് പ്രാർത്ഥിച്ചിട്ട് നമ്മൾ പറയാറുണ്ട്, എന്താണ്, സ്പിരിച്വൽ മെച്യൂരിറ്റിയാണ് ഗുഡ് ലിസണർ. നമ്മളൊരു നല്ല, എപ്പോഴും അത് നമ്മുടെ സെക്കുലർ സമൂഹത്തിലും പറയാനുള്ളതാണ്, യു ഷുഡ് ബി എ ഗുഡ് ലിസണർ. നമ്മൾ കേൾക്കുന്ന, വചനത്തിൽ എഴുതിയിട്ടുണ്ടല്ലോ, കേൾക്കാൻ വേഗതയുള്ളവരും സംസാരിക്കാൻ സ്ലോയുമായിരിക്കണം, മന്ദതയുള്ളവരായിരിക്കണം എന്ന് നമുക്കറിയാം. പക്ഷെ ദൈവത്തോട് നാം സംസാരിച്ചതിന് ശേഷം നാം എന്ത് ചെയ്യും? ദൈവം കേൾക്കുന്നുണ്ട്, ഗുഡ്, ഹീസ് എ ഗുഡ് ലിസണർ. ബട്ട് നമ്മളോ മറുപടി കേൾക്കാൻ പോലും എന്ത് ചെയ്യത്തില്ല, നിൽക്കാറില്ല. എന്നിട്ട് നാം പറയും, ഓ, God is not answering my prayer. And sometimes നമ്മൾ ഇങ്ങനെയും പറഞ്ഞങ്ങ് ആശ്വസിക്കും, ദൈവം ഉണ്ടായിരുന്നാലും എന്താണ്, മറുപടി തന്നെയാണ്. ദൈവം എൻ്റെ പ്രാർത്ഥനയ്ക്ക് മറുപടി തന്നില്ല, ദാറ്റ്സ് ഓൾസോ എ ആൻസർ. അതൊക്കെ തിയോളജിക്കലി നമുക്ക് പറയാം. ബട്ട് പ്രാക്ടിക്കലി ദാറ്റ് മീൻസ് God, maybe he is talking to you, but you are not ready to listen. ദൈവം പറയുന്നത് കേൾക്കാൻ എനിക്കും നിങ്ങൾക്കും എന്തില്ലായിരുന്നു, സമയമില്ലായിരുന്നു. We were not listening him. ആയിരുന്നെങ്കിൽ നമ്മുടെ ജീവിതം ഒത്തിരി വ്യതിയാനപ്പെട്ടത്. നാം സൽപ്രവർത്തികൾ കൊണ്ട് നിറഞ്ഞവരായി മാറിയേനെ, നമ്മുടെ കാഴ്ചപ്പാടുകൾ തന്നെ മാറിയേനെ. ഓക്കെ, ദാറ്റ്സ് എ കമ്മ്യൂണിക്കേഷൻ പ്രയർ. ക്യാരക്ടർ, നമ്മുടെ സ്വഭാവം ക്രിസ്തുവിൻ്റെ സ്വഭാവത്തോട് അനുരൂപരായി മാറും. അവിടെ എഴുതിയിട്ടുണ്ട്, വായിക്കാം. സമയം പോകുന്നതുകൊണ്ട് ഞാൻ പെട്ടെന്ന് പോവുകയാണെങ്കിൽ, മൂന്നാമത്തെ കാര്യം, സ്പിരിച്വൽ അണ്ടർസ്റ്റാൻഡിങ് ഗ്രോസ്. നമ്മുടെ സ്പിരിച്വൽ അണ്ടർസ്റ്റാൻഡിങ് അത് നമ്മൾ വളരും. നമ്മുടെ ഉണ്ടല്ലോ, അതായത് പലപ്പോഴും നാം ആത്മീയമായി വിശ്വാസത്തിലേക്ക് വരുമ്പോൾ നമ്മുടെ അണ്ടർസ്റ്റാൻഡിങ് ആയിരിക്കത്തില്ല, നാം വളരും തോന്നും. നമ്മളുടെ പൗലോസ് അപ്പോസ്തലൻ പറഞ്ഞുകൊണ്ട്, ഞാൻ ശിശുവായിരുന്നപ്പോൾ ശിശുവിനെ പോലെ ചിന്തിച്ചു, അതിനുശേഷം പുരുഷനായപ്പോഴോ ശിശുവിനുള്ളത് ഉറക്കെ പറ വിട്ടുകളഞ്ഞു. പക്ഷേ ശിശുവിനുള്ളത് ഇന്നും വിട്ടുകളയാത്ത പുരുഷന്മാരിവിടെയുണ്ട്. That's a lack of spiritual understanding. ഞാൻ പുരുഷനായപ്പോൾ ശിശുവിനുള്ളത് വിട്ടുകളയണം. ഓക്കെ, ഓഫ് കോഴ്സ് ശിശു ആയിരുന്നപ്പോൾ ശിശുവിനെ പോലെ ചിന്തിച്ചു. ഇപ്പൊ ഇവിടെയുള്ള ജൂഡ് ചിന്തിക്കുന്ന പോലെ നമുക്ക് അവൻ തെറ്ററിയാൻ പറ്റുമോ? നോ, ഹി ഈസ് ഓൺലി 2 years old. 2 years അല്ലേ? സോ എന്നാൽ അതേ സെയിം ചൈൽഡ് 35 years ആയിരിക്കുമ്പോഴും അല്ലെങ്കിൽ 35 വയസ്സായി കഴിയുമ്പോഴും ഈ 2 വയസ്സുകാരനെ പോലെ ചിന്തിച്ചാലോ? അത് തെറ്റാണ്. പല പ്രശ്നങ്ങളുടെയും കാരണം അതാണ്. പുരുഷനായപ്പോൾ ശിശുവിനുള്ളത് നമ്മൾ വിട്ടുകളയുന്നില്ല. എന്നാൽ ദൈവവചനം പഠിക്കുകയും ധ്യാനിക്കുകയും അത് ഫോളോ ചെയ്യാൻ ശ്രമിക്കുകയും. ഇനി വേറൊരു കാര്യമുണ്ട്, ദൈവവചനം നമ്മൾ പഠിക്കുമ്പോൾ നമുക്ക് പറ്റുന്നൊരു തെറ്റുണ്ട്. എന്താണെന്നറിയോ?
നമ്മൾ പലപ്പോഴും ചെറുപ്പത്തിൽ നമ്മെ ആരെങ്കിലും പഠിപ്പിച്ചതുണ്ടെങ്കിൽ അത് മാത്രമേ എന്ത് ചെയ്യത്തുള്ളൂ, അത് മനസ്സിന് ഇങ്ങനെ കിടക്കുക, അത് ഒരിക്കലും പിന്നെ മാറ്റത്തില്ല. പിന്നെ ഞാൻ എത്രമാത്രം ദൈവവചനം പഠിച്ചെന്ന് പറഞ്ഞാലും അതിൻ്റെ മുകളിൽ അതിനെന്ത് ചെയ്തില്ല, നമ്മൾ ഒരു മാറ്റം വരുത്താൻ പറ്റത്തില്ല. Because I studied that. That will be like that. Because that preacher told me that, അല്ലെങ്കിൽ that Sunday school teacher taught me that. That will not be wrong. See, ഞാൻ പറയട്ടെ, ഞാൻ വായിച്ചിട്ടുണ്ട് ഇങ്ങനെ, മാർട്ടിൻ ലൂതറിന് എല്ലാം വെളിപ്പെടുത്തി കിട്ടിയിട്ടില്ല. മാർട്ടിൻ ലൂതറിന് വെളിപ്പെടുത്തി കിട്ടിയ കാര്യം ഇന്ന് നമുക്കറിയാം. പക്ഷെ ഇന്ന് നമുക്ക് പലതും വെളിപ്പെടുത്തി കിട്ടിയ കാര്യം, ദൈവം റിവീൽ ചെയ്ത കാര്യം മാർട്ടിൻ ലൂതർ എന്ത് ചെയ്തിട്ടില്ല, കിട്ടിയിട്ടില്ല. അത് കാലാകാലങ്ങളിൽ ദൈവം നമ്മുടെ അണ്ടർസ്റ്റാൻഡിങ് വർദ്ധിപ്പിക്കുന്നതുകൊണ്ടാണ്. നാം ദൈവവചനം വായിച്ച് പഠിക്കുമ്പോൾ എത്രമാത്രം പഠിക്കുന്നു, അതനുസരിച്ച് നമ്മുടെ കണ്ണുകളും കാഴ്ചപ്പാടുകളും എന്ത് ചെയ്യാൻ തുടങ്ങും, മാറാൻ തുടങ്ങും. അതിന് നാം ദൈവവചനം പഠിക്കുമ്പോൾ നാം ഫ്രീ മൈൻഡോട് കൂടി പഠിക്കണം. ആൻഡ് വി ഷുഡ് പ്രേ ദാറ്റ് സ്പിരിറ്റ് ഓഫ് ഗോഡ്, അല്ലെങ്കിൽ ദൈവമേ നീ എന്നോട് സംസാരിക്കണമേ, നീ എന്നെ മനസ്സിലാക്കി തരണമേ, ന്യായപ്രമാണത്തിലെ അത്ഭുതങ്ങളെ കാണുവാൻ എൻ്റെ കണ്ണുകളെ തുറന്നു തരണമേ എന്നുള്ള പ്രാർത്ഥനയോടുകൂടി വേണം നാം പഠിക്കുക. Lord, please open my eyes in order to see the wonderful things in the scripture. Without കർത്താവ് കണ്ണു തുറക്കാതെ ഞാൻ ഒരു അത്ഭുതവും കാണാൻ പോകുന്നില്ല. കുറേ മനപ്പാടം വേണമെങ്കിൽ പഠിച്ചു വെക്കാം. എമ്മാവുസിൽ പോയ ശിഷ്യന്മാർക്ക് പറ്റിയ പോലെ ഇരിക്കും. കർത്താവ് സംസാരിച്ചപ്പോൾ അവർ ഹൃദയം തുറന്നു, അവർ കാണാൻ തുടങ്ങി. അതുവരെ ബ്ലൈൻഡായിരുന്നു. പലപ്പോഴും നമ്മളും അങ്ങനെയാണ് ദൈവവചനം പഠിക്കുന്നത്. ന്യായപ്രമാണത്തിലെ അത്ഭുതങ്ങളെ കാണുവാൻ നമ്മുടെ കണ്ണുകൾ തുറന്നു തരാൻ വേണ്ടി പ്രാർത്ഥിച്ചിട്ട് വേണം നാം ദൈവവചനം പഠിക്കാൻ. അപ്പോൾ ദൈവം നമ്മളോട് സംസാരിക്കും, ദൈവത്തിലെ അത്ഭുതങ്ങൾ കാണാൻ സാധിക്കും, നമ്മുടെ സ്പിരിച്വൽ അണ്ടർസ്റ്റാൻഡിങ് മാറും, നാം സ്പിരിച്വൽ അണ്ടർസ്റ്റാൻഡിങ് നമ്മുടെ വളരും. പിന്നെ നാലാമത്തെ പോയിന്റ്, ഫെയ്ത്ത് ബിക്കം സ്ട്രോങ്ങർ, നമ്മുടെ വിശ്വാസം വർദ്ധിക്കും. ഇന്നലെ രാഴ്ച ഞാൻ പറഞ്ഞതാണ്, നാം ദൈവവചനം ഡെയിലി വായിക്കുന്നതോടെയാണ് നമ്മുടെ വിശ്വാസം എന്ത് ചെയ്യുന്നത്, അനുദിനം വർദ്ധിച്ചു വരുന്നത് എന്നുള്ളത്. ഗ്രോത്ത് ഇൻ ക്യാരക്ടർ ആൻഡ് സ്പിരിച്വൽ മെച്യൂരിറ്റി. ഇത് ജസ്റ്റ് മൊത്തം പറയാൻ സമയമില്ല, ജസ്റ്റ് നിങ്ങൾക്ക് വായിക്കാം. പേഷ്യൻസിയിൽ നാം മെച്യൂരിറ്റിയിലാവും, ഹ്യൂമിലിറ്റിയിൽ നാം മെച്ചുറാവും, സ്നേഹത്തിൽ നാം മെച്ചുറാവണം, റെസിലൻസിൽ നമ്മൾ മെച്ചുറാവണം, മോറൽ ഡെവലപ്മെൻറ്റ്, ഇമോഷണൽ മെച്യൂരിറ്റി. നിങ്ങൾക്ക് പെട്ടെന്ന് വായിക്കാം, ഞാനത് സമയമില്ലാത്തതുകൊണ്ട് ഓടിച്ചുകൂടിയാണ്. ഓക്കെ, അടുത്തത് രണ്ടാമത്തെ പോയിന്റ്, പ്രിപ്പയർഡ് ഫോർ സർവീസ്. നാം ദൈവവചനം നമ്മെ പൂർണ്ണമായി സജ്ജരാക്കുമ്പോൾ രണ്ടാമതായി ദൈവവചനം ചെയ്യുന്നത് നമ്മളെ പ്രിപ്പയർഡ് ഫോർ സർവീസ് എന്നുള്ളതാണ്. നമ്മെ സേവനത്തിനായി നമ്മെ തയ്യാറാക്കുന്നു. അതിൽ ഒന്ന്, ലൈക്ക് എ സോൾജിയർ ഫോർ ബാറ്റിൽ. ഒരു പട്ടാളക്കാരനെ യുദ്ധത്തിന് തയ്യാറാക്കുന്ന പോലെ ദൈവവചനം നമ്മളെ തയ്യാറാക്കുന്നു. സോൾജേഴ്സിന് നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്കറിയാം, അവർക്ക് അവരുടെ ജീവിതത്തിൽ നിത്യം പരിശീലനമാണ്. പല വിധത്തിലുള്ള പരിശീലനം ഞാൻ അനുഭവിച്ചിട്ടുള്ളതെന്ന് എനിക്കറിയാം. പല വിധത്തിലുള്ള ട്രെയിനിങ് കിട്ടിയ വ്യക്തികളാണ് ബാറ്റിൽ ഫീൽഡിലേക്ക് പോവുക. പരിശീലനമില്ലാത്തവരെ ഒരിക്കലും ബാറ്റിൽ ഫീൽഡിലേക്ക് വിടുകയില്ല. അത് എന്ത് ചെയ്യും, പരിശീലനമില്ലാത്ത ഒരു പട്ടാളക്കാരനെ യുദ്ധ മേഖലയിലേക്ക് വിട്ടു കഴിഞ്ഞാൽ എന്ത് പറ്റും, തോറ്റോടും. ഓക്കെ, സ്വയം തോറ്റോടും. പിന്നെ എന്ത് പറ്റും, കൂടെ ഉള്ളവരെയും കുഴപ്പിക്കും. അൾട്ടിമേറ്റ്ലി രാജ്യത്തിനും അപമാനം, രാജ്യം തോന്നുന്നു. The same way, if you are not prepared like a soldier with the word of God, if you are going to the battle, you are going to bring down the kingdom of God. No doubt at all. You will support to win the kingdom of David. പലപ്പോഴും നാം യഹോവസാക്ഷിക്കാരുടെ മുമ്പിൽ മുട്ടുമടക്കാൻ കാരണം എന്താ പറയുക അറിയാവോ? നാം ദൈവത്തിനെ നന്നായി പഠിച്ചിട്ടില്ല. അവൻ പറയുന്നതിന് മറുപടി വരെ നമുക്ക് അറിഞ്ഞുള്ളൂ. ബാറ്റിൽ നമ്മൾ ഫെയിലായി പോകും. അവൻ 2 റബ്ബർ ബുള്ളറ്റ് വെച്ച് വെടി വെക്കുമ്പോൾ നാം എന്ത് ചെയ്യും, വീണ് പോകും. യു ആർ നോട്ട് ട്രെയിൻഡ് ഫോർ ദാറ്റ്. ദാറ്റ്സ് വൈ ഞാൻ പറഞ്ഞു വന്നത്, അൾട്ടിമേറ്റ്ലി ദൈവരാജ്യത്തിന് പരാജയത്തിലേക്ക് നാം നയിക്കും, നാം ശരിയായിട്ട് നമ്മളെ പ്രിപ്പയർ ചെയ്തില്ലെങ്കിൽ, അല്ലെങ്കിൽ ഒരു സോൾജേഴ്സിനെ പോലെ നമ്മെ പ്രിപ്പയർ ചെയ്തില്ലെങ്കിൽ.
ഓക്കെ, മൂന്നാമത്തെ കാര്യം, ലൈക്ക് എ വർക്കർ എക്യുപ്ഡ് വിത്ത് ടൂൾസ്. ദൈവവചനം നമ്മളെ സേവനത്തിനായി പ്രിപ്പയർ ചെയ്യുന്നത് ഒരു വർക്കറിൻ്റെ ഒരു ടൂൾ ഉപയോഗിക്കാൻ എങ്ങനെ പഠിക്കണമോ സജ്ജരാക്കണമോ അതുപോലെയാണ്. ടൂൾ നന്നായിട്ട് ഉപയോഗിക്കാൻ അറിയാൻ പാടില്ലാത്തവരെ ടൂൾ കൊടുത്താൽ എങ്ങനെ ഇരിക്കും? കുരങ്ങിൻ്റെ പൂമാല കിട്ടിയല്ലേ, അതിനേക്കാൾ ഉപരി പൂമാലയാണെങ്കിൽ ചെതറിപ്പോയി നോക്കാം. സ്വയം എന്ത് ചെയ്യും? സ്വയം മുറിവേൽപ്പിക്കും. ശരിയല്ലേ? വളരെ സോഫിസ്റ്റിക്കേറ്റഡ് ആയിട്ടുള്ള ടൂള് കൊടുത്തിട്ട് ഉപയോഗിക്കാൻ അറിയാത്തവന് ഉപയോഗിച്ച് കഴിഞ്ഞാൽ ചിലപ്പോൾ എന്ത് പറ്റുന്ന കൈയും കാലൊക്കെ പോകാന്നിരിക്കും. ശരിയാണോ ഞാൻ പറഞ്ഞത്? ഈ വേർഡ് ഓഫ് ഗോഡ് എന്നാ സംഭവം? വാട്ട് ഇറ്റ് ഈസ് റിട്ടൺ അബൌട്ട് ദി വേർഡ് ഓഫ് ഗോഡ്? ഇറ്റ്സ് എ ഡബിൾ എഡ്ജഡ് സോർഡ്. ഇഫ് യു ഡോണ്ട് നോ ഹൗ ടു യൂസ് ഇറ്റ്, ഇറ്റ് വിൽ ഹർട്ട് യു. നിങ്ങളെ തന്നെ മുറിവേൽക്കും. നിങ്ങൾ തന്നെ അവിശ്വാസത്തിലേക്ക് പോകേണ്ടി വരും. നിങ്ങൾ തന്നെ എന്ത് ചെയ്യും? പരാജയത്തിലേക്ക് പോകും. സോ യു നീഡ് ടു ബി അഡിക്വേറ്റ് ട്രെയിൻഡ് ബൈ ദി വേർഡ് ഓഫ് ഗോഡ്. ഓക്കെ, മൂന്നാമത്തെ കാര്യം, ലൈക്ക് എ സെർവന്റ് പ്രിപ്പയർഡ് ഫോർ ഡ്യൂട്ടി. ലൈക്ക് എ സെർവന്റ് പ്രിപ്പയർഡ് ഫോർ ഡ്യൂട്ടി, ബിലീവേഴ്സ് ആർ റെഡി, വില്ലിംഗ് ആൻഡ് ഫെയ്ത്ത്ഫുൾ ടു സെർവ് wherever God calls. അപ്പോൾ ദൈവവചനമാണ് നമ്മളെ സജ്ജരാകുന്നത്. ഇപ്പോൾ മാത്യു സുബ്രതോടെ ഉണ്ടോ? മാത്യു സുബ്രത കുറച്ച് നാള് മിഥുൻ ജോണി പിതറിൻ്റെ കൂടുതൽ എവിടെ പോയി? കാർബിയാമോ? ഞാനത് പറയാൻ എനിക്ക് വേട് കിട്ടാത്തതുകൊണ്ടാണ് ഞാനത് ചോദിച്ചത്. ഓക്കെ, കാർബിയാമി പോകാനായിട്ട് എന്താ പ്രേരിപ്പിച്ച ബ്രദറിനെ? ആഗ്രഹം. അത് എവിടുന്ന് ആ വേല ആഗ്രഹം ഉണ്ടായ? ആരെങ്കിലും കൂട്ടുകാർ പറഞ്ഞാണോ? കോളേജിൽ പഠിച്ച ഏതെങ്കിലും കൂട്ടുകാർ പറഞ്ഞോ നീ അവിടെ പോകണോ? അല്ല. ആ കാഴ്ചപ്പാട് എവിടുന്ന് കിട്ടി? ദൈവവചനത്തിൽ നിന്നല്ലേ? സോ അനേകരെ ദൈവവചനവുമായിട്ട് റിമോട്ട് ഏരിയകളിലേക്കൊക്കെ പോകാൻ പ്രേരിപ്പിക്കുന്നത് ഈ ദൈവവചനം പഠിക്കുന്നതിലൂടെയാണ്. അതിന് ആ വേലയ്ക്കായി ദൈവവചനം പഠനം നമ്മളെ സഹായിക്കും. ദാറ്റ് ഇസ് ദ സെക്കൻഡ് പോയിന്റ്. തേർഡ് പോയിന്റ്, എ ലൈഫ് ഓഫ് ഗുഡ് വർക്ക്സ്. നമ്മൾ ദൈവവചനത്താൽ സജ്ജരാക്കപ്പെടുമ്പോൾ നമ്മുടെ ജീവിതം നന്മ അല്ലെങ്കിൽ സൽപ്രവൃത്തികൾ നിറഞ്ഞായി തീരും. ഇത് നമുക്ക് ടെസ്റ്റ് നമ്മളോട് ചോദിക്കേണ്ട കാര്യമാണ്. ഇഫ് യു ആർ തിങ്കിങ് ദാറ്റ് യു ആർ ഫുള്ളി എക്യുപ്ഡ് വിത്ത് ദി വേർഡ് ഓഫ് ഗോഡ്, ഈസ് മൈ ലൈഫ് ഈസ് എ ലൈഫ് ഓഫ് ഗുഡ് വർക്ക്സ്? വി ഷുഡ് ആസ്ക് ourselves. സെർവിങ് അതേഴ്സ്, മറ്റുള്ളവരെ സേവിക്കാൻ നമുക്ക് സാധിക്കണം. അവിടെ എഴുതിയിരിക്കുന്നത് സെർവിങ് അതേഴ്സ് ത്രൂ സെൽഫ്ലെസ് ലവ്, കമ്പാഷൻ, പ്രാക്ടിക്കൽ ആക്ട്സ് ലൈക്ക് റിഫ്ലക്ട് ക്രൈസ്റ്റ് ഹാർട്ട്. നമ്മൾ സഹായിക്കും മറ്റുള്ളവരെ, അല്ലേ? നമ്മൾ സഹായിക്കാതിരിക്കുന്നുമില്ല, നമ്മൾ സഹായിക്കുന്നവരാ, ഒരു സംശയമില്ല. പക്ഷേ നമ്മുടെ ഓരോ സഹായത്തിൻ്റെ പുറകിൽ ഒന്ന് ചിന്തിച്ചാൽ ചിലപ്പോൾ ചെറിയ ചെറിയ എന്ത് കാണും? അവർക്ക് ഞാൻ എന്താ പറയാനുണ്ട്? എന്തോ സെൽഫ് മോട്ടിവേഷൻ കാണും, എന്തോ ചെറുത് എവിടെയെങ്കിലും കാണും. ഒന്നെങ്കിൽ ഫെയിം, അല്ലെങ്കിൽ സംതിങ്, അല്ലെങ്കിൽ സംതിങ് നിങ്ങളൊന്ന് ചോദിച്ചാൽ മതി. ഓക്കെ, എന്നാൽ ഇവിടെ എഴുതിയിരിക്കുന്ന ക്രൈസ്റ്റ് ലൈക്ക്, കർത്താവ് എന്തെങ്കിലും പ്രതീക്ഷിച്ചിട്ടാണോ നമ്മളെ സഹായിച്ചിട്ടുള്ളത്, അല്ലെങ്കിൽ കർത്താവ് ജീവിതം സഹായിച്ചിട്ടുള്ളത്, അല്ലെ സഹായിക്കുന്നത്? അവന് കൊടുക്കാൻ നമുക്കൊന്നും കഴിയത്തുമില്ല, അവനൊന്നും ആഗ്രഹിക്കുന്നതുമില്ല. സോ whenever we serve others, മറ്റുള്ളവരെ സഹായിക്കുമ്പോൾ, ശുശ്രൂഷിക്കുമ്പോൾ കർത്താവിനെ പോലെ സഹായിപ്പാൻ അല്ലെങ്കിൽ ശുശ്രൂഷിക്കാൻ നമ്മളെ സഹായിക്കുമാറാവും ദൈവവചനം പഠിക്കുമ്പോൾ മാത്രമേ കർത്താവിൻ്റെ രൂപം നമ്മുടെ ഹൃദയങ്ങളിലേക്ക് ഓടി വരികയുള്ളൂ, സ്വഭാവം നമ്മുടെ വരികയുള്ളൂ. ഷെയറിങ് ദ ഗോസ്പൽ, അതായത് ദൈവവചനം ശുശ്രൂഷിക്കുന്നതും അല്ലെങ്കിൽ സുവിശേഷം പങ്കുവയ്ക്കുന്നതും ഒരു സൽപ്രവൃത്തിയാണ് നമുക്കറിയാം. അതിനായിട്ട് ദൈവവചന പഠനം അല്ലെങ്കിൽ നമ്മളെ ഫുള്ളി എക്വിപ്പ് ആയിരിക്കണം. ഹെൽപ്പിംഗ് ദി നീഡി, മറ്റുള്ളവരെ ആവശ്യക്കാരെ സഹായിക്കുക. ലിവിങ് എ ഹോളി ലൈഫ്, ഒരു വിശുദ്ധ ജീവിതം കഴിക്കണമെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ദൈവവചനം നമ്മുടെ ജീവിതത്തിൽ ശരിയായി ഉണ്ടായിരിക്കണം. നമ്മുടെ ആക്ഷൻസ്, ചോയ്സ് അല്ലെങ്കിൽ നമ്മുടെ കാഴ്ചപ്പാടുകളെല്ലാം ദൈവവചനത്താൽ രൂപാന്തരപ്പെടുത്തുന്നതായിരിക്കണം. ബിൽഡിംഗ് ദി ചർച്ച്, അല്ലെങ്കിൽ സഭ പണിയുന്നതിന് നമുക്ക് വ്യക്തമായിട്ട് അറിയാം. ദൈവവചനം പഠിക്കാത്തവർ സഭ നയിച്ചിട്ടുണ്ടെങ്കിൽ, അല്ലെങ്കിൽ സ്പിരിച്വൽ മച്യൂരിറ്റി ഇല്ലാത്തവർ, സ്പിരിച്വൽ ഗ്രോത്ത് ഇല്ലാത്തവർ സഭയുടെ നേതാക്കന്മാരായിട്ടുണ്ടെങ്കിൽ സഭയെ നയിക്കുന്നവരുടെ സഭ പണിയില്ല, സഭ എന്ത് ചെയ്യും? താഴെയുള്ളൂ, അല്ലെങ്കിൽ ബ്രേക്ക് ആകത്തേക്കും. യു ഷുഡ് ഓൾവേസ് തിങ്ക് ദാറ്റ്. കാരണം സഭ കർത്താവിൻ്റെതാണ്. എന്നും ഓർക്കാറുണ്ട്, സഭ ചർച്ച് ബിലോങ്സ് ടു ഗോഡ് ലോർഡ്. പക്ഷെ നാം പലപ്പോഴും ചിന്തിക്കുന്നത് എന്തായിട്ടാണ്? ചർച്ച ആരുടേതായിട്ടാണ്?
പേര് പറയണ്ടല്ലോ, അത് നമ്മളിവിടെ വെക്കുന്ന ഒത്തിരി പേര് നമ്മുടെ ഓരോരോ സഭകൾ നോക്കുമ്പോൾ അറിയാം. അവരൊക്കെ ചിന്തിക്കുന്ന സഭ അവരുടേതാണ്. No, no, no. Church is the true church belongs to the Lord. He built his church. അതുകൊണ്ട് തന്നെ ഈ കാഴ്ചപ്പാടില്ലാത്തതുകൊണ്ടും ഈ സ്പിരിച്വൽ മച്യൂരിറ്റി ഇല്ലാത്തതുകൊണ്ടും എന്താണ് സഭകൾ വളരത്തില്ല. അവർ ചിന്തിക്കുന്ന സഭ എൻ്റേതാ, അതുകൊണ്ട് ഞാൻ പറഞ്ഞത് എന്ത് ചെയ്താൽ ഇവിടെ നടന്നാൽ മതി. പിടികിട്ടിയോ? നോ, സഭ ക്രിസ്തുവിൻ്റെതാണ്. ക്രിസ്തു എന്ത് ചിന്തിക്കുന്നു അതേ നടക്കാവുള്ളൂ. അവിടെ ക്രിസ്തുവിന്റെ കാഴ്ചപ്പാട് ലഭിക്കണമെങ്കിൽ നീ എങ്ങോട്ട് പോകണം? You should go to the word of God. If you want to know the will of God, you should go to the Bible. That people can only lead the church. Or others, if they lead the church, they won't lead. They will lead to somewhere else, not to the heaven. Okay. അവസാനത്തെ പോയിന്റ്, എ യൂസ്ഫുൾ സെർവൻ്റ് ഓഫ് ഗോഡ്. ദൈവത്തിന് നമ്മളെ ദൈവത്തിന് ഇണങ്ങിയ ദാസരാക്കി, നമ്മളെ ദൈവത്തിന് ഉപയോഗിക്കാൻ പറ്റിയ ദാസരാക്കി നമ്മളെ മാറ്റുന്നു. വി ബിക്കം ഇൻസ്ട്രുമെന്റ്സ് ഇൻ ഹിസ് ഹാൻഡ്സ്. വി ബിക്കം ഇൻസ്ട്രുമെന്റ്സ് ഇൻ ഹിസ് ഹാൻഡ്സ്, അവൈലബിൾ ആൻഡ് സറണ്ടർഡ് ടു ബി യൂസ്ഡ് ഫോർ ഹിസ് പർപ്പസ് ആൻഡ് ഗ്ലോറി. നാം ദൈവവചനത്താൽ ഫുള്ളി സജ്ജരാകുമ്പോൾ മാത്രമേ ദൈവം നമ്മളെ പൂർണ്ണമായി എന്ത് ചെയ്യത്തുള്ളൂ? ഉപയോഗിക്കത്തുള്ളൂ. ലൈക്ക് ഇങ്ങനെ ചിന്തിക്കുക, ഒരു എക്യുപ്മെൻറ്റ് നമുക്ക് നമ്മുടെ ഇന്നത്തെ ജോലിക്ക് ആവശ്യമുണ്ട്. പക്ഷേ ആ എക്യുപ്മെൻറ്റിൽ 2 ബോൾട്ട്, നട്ട് ബോൾട്ട് കുറവാണ്. നമുക്ക് ഉപയോഗിക്കാൻ പറ്റുമോ അത്? നോ. നമുക്ക് ആ 2 നട്ട് ബോൾട്ടും അത് ഫിറ്റ് ചെയ്തതിന് ശേഷം മാത്രമേ ആ ഉപകരണം ഉപയോഗിക്കാൻ സാധിക്കുകയുള്ളൂ. Can only use that instrument once it is fully finished. That is the same way God can use us only when we are fully equipped with the word of God. We influence people for Christ. As a servant of God, we should influence other people to God. ഞാനിങ്ങനെ ചോദിച്ച്, എൻ്റെ സമയം കഴിഞ്ഞ 1 മിനിറ്റ് കൂടെ ഉള്ളൂ. ഞാനിങ്ങനെ ചോദിച്ച് നിർത്തട്ടെ, അല്ലെങ്കിൽ അവസാനമായിട്ട് ഉള്ള പോയിന്റിലേക്ക് വരുമ്പോൾ, നമ്മൾ ആരെയൊക്കെ സ്വാധീനിച്ചിട്ടുണ്ട് നമ്മുടെ ജീവിതത്തിൽ? Did we influence anyone in our life? Or ഇൻഫ്ലുവൻസിന് പകരം നമ്മെ കാണുമ്പോൾ അവർ പേടിച്ചോടുവാണ് ചെയ്യാറ്. അതിനാണ് മിക്കവാറും ചാൻസ് അല്ലേ? സ്വയം ചോദിച്ചു നോക്കുക. ഇഫ് യു ആർ എ man of God or a child of God, you should ask yourself, how many people come to God, or how did you influence the people? How many people നിങ്ങളാൽ സ്വാധീനിക്കപ്പെട്ടിട്ടുണ്ട്? If not, there's no result at all. ചുമ്മാ ഇരുന്ന് ചിന്തിച്ചിട്ട് കാര്യമില്ല. This is the result. As I said before, from the fruit we can come to know the tree. If you cannot influence anyone, Christ's character is not in us. Okay, അവസാനമായി we fulfill God's purpose for our lives. ഞാൻ പറഞ്ഞതുപോലെ തന്നെ നാം ദൈവജനത്താൽ പൂർണ്ണമായി സജ്ജരാക്കപ്പെട്ടെങ്കിൽ മാത്രമേ ദൈവത്തിന് ഉപയോഗിക്കാൻ പറ്റിയ ദൈവത്തിൻ്റെ പർപ്പസ് നമുക്ക് പൂർത്തീകരിക്കാം. നമ്മെക്കുറിച്ച് എല്ലാം, നമ്മൾ ഓരോരുത്തരെ കുറിച്ചും ദൈവത്തിന് ഒരു പർപ്പസ് ഉണ്ട്, ഒരു വില്ലുണ്ട്. അതറിയണം എന്നുണ്ടെങ്കിൽ നാം ദൈവവചനം വായിക്കണം, പഠിക്കണം, ദൈവത്തിൻ്റെ മനസ്സറിയണം. അപ്പോൾ നമ്മൾ കണ്ടത് ഞാൻ ഓടിച്ചോടിയാണ്, സമയം കഴിഞ്ഞു. സോ ലാസ്റ്റ് പോയിന്റിലേക്ക് പോകാം. നമ്മൾ ചിന്തിക്കും, അതായത് ഇറ്റ് ഇസ് വെരി ഡിഫിക്കൽട്ട് ഇൻ അവർ ലൈഫ്. ഇപ്പം നമ്മൾ കേട്ടതുപോലെ, ഇതൊക്കെ എന്ത് പ്രയാസമുള്ള കാര്യം ചിന്തിക്കും. പക്ഷേ ദൈവവചനം പറയുന്നു, ഐ ക്യാൻ ഡു ഓൾ തിങ്സ് ത്രൂ ക്രൈസ്റ്റ് ഹു സ്ട്രെങ്തൻസ് മീ. ദൈവത്തിൻ്റെ കർത്താവിൻ്റെ എന്നെ ശക്തനാക്കുന്ന മുഖാന്തരം എനിക്ക് സകലതും സാധിക്കും. അപ്പോൾ ഞാനിങ്ങനെ കൺക്ലൂഡ് ചെയ്യട്ടെ. നമ്മുടെ ജീവിതത്തിൽ ദൈവവചനത്താൽ നാം എക്വിപ്പ് ആയി കഴിയുമ്പോൾ നമ്മുടെ ജീവിതം രൂപാന്തരപ്പെടും, നമ്മളെ ട്രാൻസ്ഫോം ചെയ്യും. നമ്മുടെ ജീവിതത്തിൽ വ്യതിയാനങ്ങളുണ്ടാകും. മറ്റുള്ളവരെ സ്വാധീനിക്കുന്നവരായി മാറും. നമ്മളെ കർത്താവിന് വേണ്ടി നേടുന്നവരായി മാറും. മറ്റുള്ളവരെ സേവനം ചെയ്യുന്നവരായി മാറും. ചർച്ച് പണിയപ്പെടുന്നവരായി മാറും. അങ്ങനെ നമ്മുടെ ജീവിതം ഫുള്ളി ട്രാൻസ്ഫോംഡ് ലൈഫായി മാറും. ജസ്റ്റ് ലൈക്ക് ഇറ്റ് ഈസ് അവർ ഫാദേഴ്സ് വിൽ ദാറ്റ് വി ഓൾ നീഡ് ടു ബി ട്രാൻസ്ഫോംഡ് ആൻഡ് ടു ദി ഫോം ഓഫ് ഹിസ് ഓൺലി ബിഗോട്ടൻ സൺ ജീസസ് ക്രൈസ്റ്റ്. കർത്താവിൻ്റെ സ്വരൂപത്തോട് നമ്മളെ അനുരൂപരാക്കി മാറ്റുക എന്നുള്ളതാണ് ദൈവത്തിന് നമ്മളെക്കുറിച്ചുള്ള ഇഷ്ടം. So according to 2 Timothy 3:17, when we are thoroughly equipped by the word of God, it produces visible results in our lives.
It should be a visible result, not the inner result. It should be a visible one. That 4 result I told you. One is spiritual maturity, the almiya pakhuda, and prepared for service. ആ സേവനത്തിനായി നമ്മളെ തന്നെ സജ്ജരാകും. 3 എ ലൈഫ് ഓഫ് ഗുഡ് വർക്ക്സ്, നന്മ നിറഞ്ഞ സൽപ്രവർത്തികൾ നിറഞ്ഞ ഒരു ജീവിതം നമ്മുടെ ജീവിതത്തിൽ കാണാൻ സാധിക്കണം. 4 എ യൂസ്ഫുൾ സർവന്റ് ഓഫ് ഗോഡ്, ദൈവം ഉപയോഗിക്കാൻ പറ്റിയ അല്ലെങ്കിൽ ദൈവത്തിന് ഉപയോഗിക്കാൻ പറ്റിയ ഒരു ദൈവദാസനായി നമ്മെ രൂപാന്തരപ്പെടുത്തും. ഈ 4 ശുശ്രൂഷകൾ, ഈ 4 റിസൾട്ട് നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകണം. അങ്ങനെ ഉണ്ടാകാൻ വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. ഒരിക്കൽ കൂടി എനിക്ക് ഈ അവസരം നൽകിയ ABF-ന്റെ കമ്മിറ്റിക്ക് നന്ദി പറയുന്നു. അതുപോലെ ദൈവത്തിനും, സർവശക്തനായ ദൈവത്തിനും നന്ദി പറയുന്നു. എന്നെ കേട്ട നിങ്ങളോടുമുള്ള അകപഴിഞ്ഞ നന്ദിയെ ഞാൻ രേഖപ്പെടുത്തുന്നു. ദൈവനാമം പുറത്തുപെടുമാറാട്ടെ. ദൈവം നിങ്ങളെ ഈ വചനങ്ങൾ കൊണ്ട് രൂപാന്തരപ്പെടുത്തുമാറാട്ടെ. താങ്ക് യു. വളരെ ആഴമേറിയ ഒരു സന്ദേശമാണ് നാം കേട്ടുകൊണ്ടിരുന്നത്. നമ്മുടെ കേന്ദ്ര വിഷയം തീമിനോടനുബന്ധിച്ച് നാം സജ്ജരാകുന്നതിൻ്റെ അനന്തര ഫലങ്ങൾ, ഫലങ്ങൾ എന്തൊക്കെയാണ് എന്നുള്ളതാണ് നാം കേട്ടുകൊണ്ടിരുന്നത്. നമ്മുടെ പ്രായോഗിക ജീവിതത്തിൽ വളരെ പ്രയോജനകരമായ ഒരു സന്ദേശമായിരുന്നു ഇത്. ഈ സന്ദേശം ഒരു ചോദ്യത്തോടു കൂടി ആരംഭിച്ചു, ഒരു ചോദ്യത്തോടു കൂടി അവസാനിക്കുകയാണ് ഉണ്ടായത്. നാം ശരിയായ രീതിയിൽ സജ്ജരായി, ആർ യു റിയലി equipped with all good works എന്നുള്ള ചോദ്യത്തോടു കൂടിയാണ് സെവൻ ബ്രദർ ഈ സന്ദേശം ആരംഭിച്ചത്. നമ്മുടെ ഫലങ്ങളാൽ നാം സജ്ജരായിരിക്കുന്നു. വി നോ ഇറ്റ് ബൈ അവർ റിസൾട്ട്സ്, ദ റിസൾട്ട്സ്, സ്പിരിച്വൽ റിസൾട്ട്സ് എന്നുള്ളതായിരുന്നു അതിൻ്റെ ഉത്തരം. 4 വിഷയങ്ങളാണ് പ്രധാനമായിട്ടും നാം നോക്കിയത്. നാം സജ്ജരായിരിക്കുന്നതിൻ്റെ അതിൻ്റെ ഫലങ്ങൾ എന്ന് പറയുന്നത് 1 ആത്മീയമായ പക്വത, 2 നാം പ്രിപ്പയർഡ് ഫോർ സർവീസ്, 3 എ ലൈഫ് ഓഫ് ഗുഡ് വർക്ക്സ് ആൻഡ് എ യൂസ്ഫുൾ സെർവൻറ്റ് ഓഫ് ഗോഡ്. ഇങ്ങനെ 4 കാര്യങ്ങൾ പ്രധാനമായും നാം ചിന്തിച്ചു. അവസാനമായി സാവൻ ബ്രദർ ഇങ്ങനെ ഒരു ചോദ്യം ചോദിച്ചാണ് ഈ സന്ദേശം അവസാനിപ്പിച്ചത്. ഡിഡ് വി ഇൻഫ്ലുവൻസ് എനിവൺ ഇൻ അവർ ലൈഫ്? നമ്മുടെ ജീവിതത്തിൽ നാം ക്രിസ്തുവിലേക്ക് നയിക്കുവാൻ തക്കവണ്ണം ആരെയെങ്കിലും നാം സ്വാധീനിച്ചിട്ടുണ്ടോ? അതിനൊരു ഉത്തരവ് സാവൻ ബ്രദർ പറഞ്ഞു, ഐ ക്യാൻ ഡു ഓൾ തിങ്സ് ത്രൂ ക്രൈസ്റ്റ് ഹു സ്ട്രെങ്തൻസ് മീ. എന്നെ ശക്തനാക്കുന്നവൻ മുഖാന്തരം എനിക്ക് എല്ലാം സാധിക്കും. ഈ സന്ദേശത്താൽ ദൈവം നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. ഈ സെഷൻ ഇവിടെ പ്രാർത്ഥിച്ച് അവസാനിപ്പിക്കുന്നതിനായിട്ട് ബിജു ജോർജ് ബ്രദറിനെ ഞാൻ സ്നേഹത്തോടു കൂടി ക്ഷണിക്കുന്നു. പ്രിയപ്പെട്ട ബിജു ജോർജ് ബ്രദർ. അതിനുശേഷം നമ്മുടെ ടീ ടൈമാണ്. കൃത്യം 10:50 എല്ലാവരും ഇവിടെ തിരികെ എത്തണമെന്ന് അഭ്യർത്ഥിക്കുന്നു. നമുക്ക് പ്രാർത്ഥിക്കാം. മഹാപരിശുദ്ധനായ ഞങ്ങളുടെ നല്ല ദൈവമേ, പിതാവേ, ഇവിടുത്തെ സന്നിധിയിലേക്ക് ഞങ്ങൾ കൂടെ കടന്നു വരുന്നു. ഇത്രത്തോളം സമയം കർത്താവെ അവിടുത്തെ വചനത്തിന് മുമ്പിലായിരുന്നു കൊണ്ട് നിന്റെ മകനിൽ കൂടെ കർത്താവെ ഞങ്ങളെ കേൾപ്പിച്ച അവിടുത്തെ നല്ല ആലോചനകൾക്കായിട്ട് ഞങ്ങൾ നന്ദിയോടെ നിന്നെ സ്തുതിക്കുന്നു. ഞങ്ങൾ ഈ ക്യാമ്പിലേക്ക് കർത്താവെ കടന്നു വന്നിരിക്കുന്നത് ഞങ്ങൾ കേവലം വന്നു പോയി എന്നതിന് മാത്രമല്ല, അതിനുപരിയായ കർത്താവെ ഞങ്ങൾ കേൾക്കുന്ന വചനങ്ങൾ ഞങ്ങളുടെ ജീവിതത്തിൽ എത്രത്തോളം കർത്താവെ അത് ഉൾക്കൊള്ളുന്നതാണെന്ന് ചിന്തിക്കുവാൻ, ഞങ്ങൾ ദൈവത്തിന് വേണ്ടി, ദൈവത്തിൻ്റെ പ്രവൃത്തിക്ക് വേണ്ടി സജ്ജരാണോ എന്ന് ഞങ്ങളെ തന്നെ ചിന്തിക്കുന്ന ദിവസങ്ങളാക്കി തീർക്കുവാൻ കർത്താവെ അവിടെ ഞങ്ങളെ സഹായിക്കണമേ എന്ന് ഞങ്ങളോട് പ്രത്യേകം പ്രാർത്ഥിക്കുന്നു. വളരെ ശക്തമായ നിലയിൽ കർത്താവെ അവിടുത്തെ വചനത്തിൽ നിന്ന് ഷെയർ ചെയ്യാൻ തൊക്കണം, അവിടുത്തെ വൃത്തിനെ അവിടുന്ന് ബലപ്പെടുത്തി കർത്താവെ ഞങ്ങൾ കേട്ടുള്ള വചനങ്ങൾ ഞങ്ങളെ തന്നെ ശോധന ചെയ്യുവാൻ, ഞങ്ങളുടെ നല്ല പ്രവൃത്തികളും ഞങ്ങളുടെ ചിന്തകളും ഞങ്ങളുടെ ജീവിതം മുഴുവനും അപ്രകാരം കർത്താവിന് വേണ്ടി വിനിയോഗിക്കുന്ന തീരുവാൻ തൊക്കണം ഞങ്ങളെല്ലാവരെയും സഹായിക്കണമേ എന്ന് ഞങ്ങളോട് പ്രത്യേകം പ്രാർത്ഥിക്കുന്നു. അവിടുത്തെ സ്നേഹവും അവിടുത്തെ കരുതലും കർത്താവെ ഞങ്ങളുടെ ജീവിതത്തിൽ എത്രയോ വലുതാണെന്നൊരു കൂടെ ഞങ്ങൾ ചിന്തിക്കുന്നു. അവിടെ നിന്നല്ലാതെ കർത്താവെ ഞങ്ങളെ വീണ്ടെടുത്തവൻ, അവിടുന്ന് മാത്രമാണ് ഞങ്ങളെ നടത്തുന്നവൻ, അവിടുന്ന് മാത്രമാണ് സഭ ചരാചരത്തിന് യോഗ്യനായി കർത്താവെ അവിടെ ഞങ്ങൾക്ക് മുമ്പും പിൻപും നടത്തുന്ന വലിയവനായ ദൈവം അവിടുന്ന് മാത്രമാണ് ഒരു കൂടെ ഞങ്ങൾ ഓർക്കുവാൻ തൊക്കെ ഞങ്ങളെ ഇടയായിക്കൊണ്ട് ഞങ്ങൾ നന്ദിയോടെ നിന്നെ സ്തുതിക്കുന്നു. ഇവിടെ കർത്താവെ നിന്റെ ദാസനെ അവിടെ ശക്തിപ്പെടുത്തിയതിന് ഒരു കൂടെ ഞങ്ങൾക്ക് നന്ദി പറയുന്നു. ഈ സെഷനിൽ കർത്താവെ ഞങ്ങൾ ഈ സെഷൻ ഇവിടെ നിർത്തുങ്ങൾ തന്നെയും തുടർന്നുള്ള കർത്താവ് സെഷനും മറ്റ് പ്രോഗ്രാമുകളൊക്കെയും വളരെ അനുഗ്രഹമായി തിരുനാമത്തിന്റെ മഹത്വത്തിനായി തിരുവനന്തപുരം തൊക്കണം സഹായിക്കണമേ. ഞങ്ങളെല്ലാ കാര്യങ്ങളും കർത്താവിനെ ഫലമേൽപ്പിക്കുന്നു. മഹത്വം കർത്താവിന് തന്നെ, യേശു കർത്താവിന് വിലയേറുന്ന നാമത്തിൽ തന്നെ.